الحمد لله رب العالمين. اللهم صل وسلم على نبينا ورسولنا وسيدنا ومولانا محمد من أضاء به الظلمات وهدانا إلى صراطك المستقيم. സമാദരണീയരായ അയാഫി നേതൃത്വങ്ങളെ, ഇന്ന് ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഇന്നത്തെ സ്റ്റഡി മീറ്റിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇസ്ലാമികതയും അതിലെ നിഷിദ്ധങ്ങളും അനുവദനീയമായ സംഗതികളും വിച്ഛേദിച്ച് മനസ്സിലാക്കി ഇന്നത്തെ കാലത്ത് ഏത് രീതിയിലാണ് നമ്മൾ അതിനെ സമീപിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചിത്രം രൂപപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു ഫോഴ്സാണ്. ഇന്ന് ലോക സാമ്പത്തിക ക്രമത്തിൽ നിർണായകമായ സ്വാധീനം ഓഹരി വിപണികൾ ചെലുത്തുന്നുണ്ട്. അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള മൊമെൻറ്റം, ഇതിനെ നിരാകരിച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അങ്ങനെ അതിനെ നിരാകരിക്കുന്ന ഒരു പ്രവണത ഉണ്ട് എങ്കിൽ അവിടെ അനിവാര്യമായി എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സാമ്പത്തിക വ്യവസ്ഥയുടെ മുഖ്യധാരയിൽ നിന്നും നമ്മൾ മാറ്റി നിർത്തപ്പെടും എന്നുള്ളതാണ് സംഭവിക്കുക. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മുമ്പിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമികമായ നിലപാടുകൾ രൂപീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് സാമ്പത്തിക മേഖല എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരാൾക്കും മാറി നിൽക്കുവാനോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെടാതെ ജീവിക്കുവാനോ കഴിയുകയില്ല. നമ്മൾ എത്ര തന്നെ പലിശ എത്ര ശക്തമായി എതിർക്കുന്ന ഒരു ആലിമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലും ഒരു ATM കാർഡ് ഉണ്ടാകും. അപ്പോൾ പലിശയോട് അതിശക്തമായ അതിൻ്റെ ഒരു പൊടി പോലും എൻ്റെ ജീവിതത്തിൽ കടന്നു വരരുത് എന്ന് വാശിയുള്ള ഒരു വളരെ മുത്തത്തിയായ മനുഷ്യനും ഒരു ATM കാർഡും ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും കൂടാതെ സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് സാമ്പത്തിക വ്യവസ്ഥയുടെ ശക്തിയുടെ ഒരു തെളിവ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രായോഗികതകൾ, നാം ജീവിക്കുന്ന ചുറ്റുപാടുകളെ കുറിച്ചുള്ള കൃത്യമായ അറിവ്, അതുപോലെ തന്നെ അത് എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നു, നമുക്ക് അതിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു പ്രായോഗിക ബുദ്ധി, ഇതെല്ലാം തന്നെയും വെച്ചുകൊണ്ടും എന്നാൽ ദീനിന്റെ അസലുകളെ ഒരിക്കലും നിരാകരിക്കാതെയും അതിനെ മാറ്റിമറിക്കാതെയും ഹറാമിനെ ഹലാലാക്കാതെയും ഹലാലിനെ ഹറാമാക്കാതെയും നമ്മൾ നിലപാടുകൾ രൂപപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ചില ആളുകൾക്ക് അതിൽ നല്ല ധാരണയുണ്ടാകും. എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, ഒരുപാട് കാലമായിട്ട് അതിങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. വളരെ പ്രാഥമികമായിട്ട് മാത്രം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അപ്പം എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു പോകേണ്ടത് അത്യാവശ്യമാണ്. പൊതുവായിട്ട് നമുക്കതിനൊരു ചിത്രം രൂപപ്പെടുത്താൻ അത് കൂടാതെ സാധിക്കുകയില്ല. അപ്പോൾ ചില സംഗതികളൊക്കെ ബേസിക്കായിട്ട് പറയുമ്പോൾ ചില ആളുകൾക്കത് ഒരു അധിക വർത്തമാനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങളുടെ മർമ്മത്തിലേക്ക് എത്തുന്നത് വരെ ക്ഷമയോടുകൂടി സദസ്സിനോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തുടങ്ങട്ടെ. നമ്മൾ ഇന്ന് അതോടൊപ്പം തന്നെ പറയാൻ ഉദ്ദേശിച്ച ഒരു സംഗതി എന്ന് പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനം എന്താണ്, അതിന്റെ ഇസ്ലാമികത എന്താണ്, അതിലെ ഹറാം ഹലാല് എന്താണ് എന്ന് അറിയുന്നത് ഒരു സംഗതിയാണ്. എന്നാൽ ഏതൊരു കച്ചവടത്തിനും അനിവാര്യമായും വേണ്ടത് ആ കച്ചവടത്തിലുള്ള നൈപുണ്യം കൂടാതെ സാധിക്കുകയില്ല. അത് ഏതൊരു കച്ചവടത്തിന്റെയും ഒരു സ്വഭാവം. അപ്പോൾ നമ്മൾ ഒരാൾക്ക് കച്ചവടത്തിൽ ഹറാമും ഹലാലും അറിയാമെന്നുള്ളത് കൊണ്ട് അയാൾ കച്ചവടത്തിൽ വിജയിച്ചോളണം എന്നൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ഒരു ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം മനസ്സിലാക്കി റിയാക്റ്റീവായിട്ട് അല്ലെങ്കിൽ പാസീവായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സമീപിക്കുന്ന ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതല്ല.
നേരെ മറിച്ച് നമ്മൾ നടത്തുന്ന ഓരോ സ്റ്റഡി സെഷനിലൂടെയും കാര്യങ്ങൾ ഗ്രഹിച്ച് ഈ ബദലുകൾ രൂപപ്പെടുത്തി അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ക്രിയേറ്റീവായിട്ട് സാമ്പത്തിക മേഖലയിൽ ഇടപെടുകയും അതിൽ പുതിയ പുതിയ മാതൃകകൾ സൃഷ്ടിക്കുകയും അതിലൂടെ നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള ഒരു ഇസ്ലാമിക സാമ്പത്തിക രംഗത്ത് ഒരു അഭിവൃദ്ധി കൊണ്ടുവരികയും ചെയ്യുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള ആക്ടിവിസ്റ്റുകളെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജികൾ എന്താണ്, ഏത് രൂപത്തിലാണ് നിക്ഷേപിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അതുമായി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള അറിവും ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ എല്ലാ സംഗതികളും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടിസ്ഥാനപരമായി ബിസിനസ് സ്ട്രക്ചറുകൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ രൂപപ്പെടുന്നു, ഒന്ന് അതാണ്. ആ മാർക്കറ്റിന്റെ അടിസ്ഥാനപരമായ മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ തന്നെ അതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്താണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് ഇസ്ലാമികമായിട്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് നിർത്തും. അതിനുശേഷം ഇതിനെ തുടർന്ന് നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ചില ഇൻവെസ്റ്റ്മെന്റ് അപ്രോച്ചുകളെ കുറിച്ച് പഠിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേറൊരു സെഷൻ ആവശ്യമായിട്ട് വരും. ടൈറ്റിൽ നമ്മളെല്ലാം പറഞ്ഞു പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് കൂടി ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പരിപാടിയുടെ ടൈറ്റിൽ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബിസിനസ് കോൺസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ്. ഒരു വ്യവസായം അല്ലെങ്കിൽ വ്യാപാരം നിയമപരമായ ഒരു പരിപ്രേക്ഷ്യത്തിൽ ഏതെല്ലാം തരത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഒരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ പറയുന്നത്. അതിന് പ്രധാനമായിട്ടും 5 കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണ് ബിസിനസ്സിന് പോസിബിൾ ആയിട്ടുള്ളത്. ഒന്ന് സോൾ പ്രൊപ്രീറ്റർഷിപ്പ് എന്നാണ് നമ്മൾ പറയാം. സോൾ പ്രൊപ്രീറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തി അയാളുടെ ഉടമസ്ഥതയിൽ മറ്റാരും അയാളുടെ കൂടെ ക്യാപിറ്റലിലോ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെന്റിലോ ഇൻവോൾവ് ചെയ്യാതെ നടത്തുന്ന ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ സോൾ പ്രൊപ്രീറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബിസിനസിന്റെ അസറ്റ് അയാളുടേതാണ്, ബിസിനസിന്റെ ലയബിലിറ്റികൾ അയാളുടേതാണ്. ആ ബിസിനസിന്റെ അയാൾക്ക് എംപ്ലോയീസ് ഉണ്ടാകാം, പക്ഷെ ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് പോളിസീസ് ഇതെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിൽ നിക്ഷിപ്തമാണ്. ഇവിടെ വളരെ പരമപ്രധാനമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പൊ ലിമിറ്റഡ് ലയബിലിറ്റി, അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതിൽ ഇസ്ലാമികമായിട്ടുള്ള അതിനോടുള്ള അപ്രോച്ച് എന്താണ് എന്നുള്ളതും വ്യക്തമാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന സംവിധാനം തന്നെ നമുക്ക് സ്വീകാര്യമാണോ അല്ലേ എന്നുള്ളത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്ന് പറയുന്നതിന് മുന്നേ സ്റ്റോക്ക് മാർക്കറ്റ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്, കമ്പനി സ്ട്രക്ചർ ഇതെല്ലാം ഇസ്ലാമികമായിട്ട് അക്സെപ്റ്റബിൾ ആണോ, സ്വീകാര്യമാണോ എന്നുള്ളത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ടല്ലോ. അവിടെ നിന്നാണല്ലോ നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അൺലിമിറ്റഡ് ലയബിലിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന 2 കോൺസെപ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഒരു സോൾ പ്രൊപ്രീറ്റർഷിപ്പിൽ ഒരു വ്യക്തി ഒരു കച്ചവടം തുടങ്ങാൻ വേണ്ടി 10 ലക്ഷം രൂപ അയാൾ മുതൽ മുടക്കായി കൊണ്ടുവന്നു. അയാൾ സ്വന്തമായിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. അങ്ങനെ കച്ചവടം ചെയ്ത് പോകുന്ന ആ ഒരു പ്രക്രിയയിൽ അയാൾക്ക് കടങ്ങൾ വന്നു ചേർന്നു. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണം പറയും. കടങ്ങൾ വന്നു ചേർന്നു. അയാൾ സ്റ്റോക്ക് എടുക്കുമ്പോൾ അതിന് അവധി കൊടുക്കുന്നു, അത് ഒരു ടൈപ്പ് ഓഫ് കടാണ്. അല്ലെങ്കിൽ അയാൾ ബിസിനസ് വിപുലീകരിക്കാൻ വേണ്ടി മറ്റൊരാളുടെ നിന്ന് കൂടുതൽ കടം വാങ്ങിച്ചു. ഈ 10 ലക്ഷം രൂപക്ക് പുറമെ അയാളുടെ 5 ലക്ഷം രൂപ കൂടുതൽ വാങ്ങിച്ചു എന്ന് വിചാരിക്കും. ഇങ്ങനെ ബിസിനസ് നഷ്ടത്തിലേക്ക് പോയി എന്ന് നമ്മൾ സങ്കല്പിക്കാം. അങ്ങനെ കടബാധ്യത കൂടി കൂടി ഈ 10 ലക്ഷത്തിന് മുകളിൽ അയാൾക്ക് കടബാധ്യതയായി, ഒരു 20 ലക്ഷം രൂപ കടബാധ്യതയായി എന്ന് വിചാരിക്കാം. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ടുള്ള 10 ലക്ഷത്തിന്റെ ആസ്തി, ആ ആസ്തി വിറ്റ് അയാൾ കടം തീർത്താൽ ബാക്കിയുള്ളത് അയാളുടെ മറ്റ് പ്രോപ്പർട്ടീസിൽ നിന്ന് എടുക്കാം എന്നുള്ളതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് മൊത്തത്തിൽ ബിസിനസ് അങ്ങനെയുള്ള അയാളുടെ വീട് അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ എല്ലാവിധ സ്വത്തുക്കളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു 50 ലക്ഷം രൂപയുടെ സ്വത്ത് അദ്ദേഹത്തിനുണ്ട് എങ്കിൽ ഈ ബിസിനസ്സിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്ത് ബാക്കിയുള്ള 10 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ മറ്റ് ആസ്തികളിൽ നിന്ന് വസൂലാക്കാൻ അൺലിമിറ്റഡ് ലയബിലിറ്റിയിൽ നിയമമുണ്ട്. അത് കോർട്ട് റെക്കഗ്നൈസ് ചെയ്യും. അപ്പൊ അൺലിമിറ്റഡ് ലയബിലിറ്റി സ്ട്രക്ചറുകളിലൊക്കെ നമുക്ക് എന്തുണ്ടാകും? ലയബിലിറ്റി നോട്ട് ലിമിറ്റഡ് ടു ദി അസറ്റ്സ് ഓഫ് ദി ബിസിനസ്.
അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റിയുടെ കോൺസെപ്റ്റ്. ലയബിലിറ്റി നോട്ട് ലിമിറ്റഡ് ടു ദി അസറ്റ്സ് ഓഫ് ദി ബിസിനസ്. അതിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റിയിലെ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇത് വ്യക്തമാണെന്ന് വിചാരിക്കും. ഇനി അടുത്തൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ജനറൽ പാർട്ട്ണർഷിപ്പാണ്. അതിൽ ഒരു വ്യക്തി എന്നുള്ളതിന് പകരം രണ്ടോ അതിലധികം ആളുകളോ കൂടി ചേർന്നുകൊണ്ട് മുതൽ മുടക്കിക്കൊണ്ട് നടത്തുന്ന കച്ചവടങ്ങളെയാണ് നമ്മൾ ജനറൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതിന് ഇന്ത്യയിൽ ഒരു ലിമിറ്റ് ഉണ്ട്. പരമാവധി 50 ആളുകൾക്ക് മാത്രമേ ഒരു ജനറൽ പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സ് ആകാൻ പറ്റുകയുള്ളൂ. 51ാമത്തെ ആൾ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ഒരു കമ്പനി സ്ട്രക്ചറിലേക്ക് പോകണം, അല്ലെങ്കിൽ അത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിലേക്ക് പോകണം എന്നുള്ളതാണ് നിയമം വ്യവസ്ഥപ്പെടുത്തുന്നത്. അപ്പോൾ ജനറൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അത് ഓരോ രാജ്യത്തെയും നിയമങ്ങൾക്കനുസരിച്ച് മാറും. പക്ഷെ ജനറൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ലോകത്ത് എല്ലായിടത്തും ഉള്ള ഒരു കോൺസെപ്റ്റാണ്. ജനറൽ പാർട്ട്ണർഷിപ്പിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഒരാൾക്ക് പകരം രണ്ടോ അതിലധികമോ ആളുകൾ ഉണ്ടാകും. എന്നാൽ അവിടെയും ഉള്ളത് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി അയാളുടെ മറ്റു സ്വത്തുക്കൾ കൊണ്ട് ലയബിലിറ്റിക്ക് ബാധ്യതപ്പെടുന്നത് പോലെ ഒരു ജനറൽ പാർട്ട്ണർഷിപ്പിൽ ഓരോ പാർട്ട്ണറും അവരുടെ മറ്റു സ്വത്തുക്കൾ കൊണ്ട് ലയബിലിറ്റിക്ക് ബാധ്യസ്ഥരായിരിക്കും. അപ്പോൾ ഒരു കടക്കാരനുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡെപ്റ്റ് ക്ലെയിം ചെയ്യാനുണ്ട് എങ്കിൽ 10 ലക്ഷം രൂപയുടെ ആസ്തിയാണ് ജനറൽ പാർട്ട്ണർഷിപ്പിനുള്ളത്, അതിൽ കൂടുതലാണ് കടമെങ്കിൽ ബിസിനസ്സിൽ നിന്ന് അത് വസൂലാക്കിയതിനു ശേഷം ഈ പാർട്ട്ണർമാരുടെ വ്യക്തിപരമായ സ്വത്തിൽ നിന്ന് അത് ഈടാക്കാനുള്ള നിയമപരമായ അധികാരം ജനറൽ പാർട്ട്ണർഷിപ്പിൽ ഡെറ്റേഴ്സിനുണ്ട് എന്നുള്ളതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലും ജനറൽ പാർട്ട്ണർഷിപ്പിലും ലയബിലിറ്റിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും മാത്രമാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നതൊക്കെ ലിമിറ്റഡ് ലയബിലിറ്റി സ്ട്രക്ചേഴ്സ് ആണ്. ഒന്നാമത്തേത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പാണ്. നമ്മൾ സാധാരണ പറയുന്നത് പോലെ LLPകൾ. അത് പാർട്ട്ണർഷിപ്പാണ്. കമ്പനി ലോ അതിന് ബാധകമാവുകയില്ല. കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് അതിന് എല്ലാ കാര്യങ്ങൾക്കും കമ്പനി ലോ ബാധകമാകും. അതിന്റെ മീറ്റിംഗ് എങ്ങനെ നടത്തണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എങ്ങനെ ചൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഡയറക്ടേഴ്സിനെ എങ്ങനെ റിമൂവ് ചെയ്യാം, ഒരു ഷെയർ ഹോൾഡറെ എങ്ങനെ പിരിച്ചയക്കണം, ഷെയർ ട്രാൻസ്ഫേഴ്സ് എങ്ങനെയാകണം, എല്ലാം തന്നെ കമ്പനി ലോസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ നിയമങ്ങൾ ബാധകമാകാതിരിക്കുകയും എന്നാൽ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ഗുണം ലഭിക്കുകയും ചെയ്യുന്ന സ്ട്രക്ചറാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷനിങ് അതിൽ പാർട്ട്ണർഷിപ്പ് പോലെ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറഞ്ഞ ക്യാപിറ്റൽ ഉള്ള ആൾക്ക് കമ്പനിയെ നിയന്ത്രിക്കാം. കമ്പനിയിൽ അത് സാധിക്കൂല. ഏറ്റവും മേജർ ഷെയർ ഹോൾഡറിനായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പവർ. കമ്പനി ലോ അനുസരിച്ച് അങ്ങനെയാണ്. എന്തായാലും നിങ്ങളൊരു LLP രൂപീകരിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യവസ്ഥപ്പെടുത്താം, എനിക്ക് 20% മാത്രമേ മുതൽ മുടക്ക് ഉള്ളൂ എങ്കിലും ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പിന്റെ എല്ലാ മാനേജ്മെന്റ് ഡിസിഷനും എന്നിൽ നിക്ഷിപ്തമായിരിക്കും എന്ന് നിങ്ങൾ LLP അഗ്രിമെന്റിൽ പറയുകയും അത് അംഗീകരിച്ചുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ അതിൽ ഒപ്പിടുകയും ചെയ്താൽ അതാണ് പിന്നെ ബാധകമാവുക. അപ്പൊ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പാർട്ട്ണർഷിപ്പിന്റെ ഫ്ലെക്സിബിലിറ്റിയും അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന ഗുണവും ലഭിക്കുന്ന സ്ട്രക്ചറിനെയാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് അത് ഒരുപാട് സ്വീകാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കമ്പനി നടത്തുന്ന അത്ര ബുദ്ധിമുട്ടില്ല, എന്നാൽ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന അപകടത്തെ ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 10 ലക്ഷം രൂപയുടെ കടമുണ്ട്. ഈ LLP നടത്തുന്ന ആൾക്ക് വേറെയും സ്വത്തുണ്ട്. പക്ഷെ ബിസിനസ് ഇൻസോൾവെന്റ് ആയി. ആ 10 ലക്ഷം രൂപയുടെ കടം വീട്ടാൻ ബിസിനസ്സിലെ ആസ്തികൾ മതിയാകുന്നില്ല. ഒരിക്കലും തന്നെ നിയമപരമായിട്ട് ഡെപ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല. ഇതിനപ്പുറത്തേക്ക് ഈ വ്യക്തികളുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്വത്തുക്കളിലേക്ക് അവരുടെ ക്ലെയിം കൊണ്ടുപോകാൻ നിയമപരമായിട്ട് ലിമിറ്റഡ് ലയബിലിറ്റിയിൽ സാധിക്കുകയില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ലിമിറ്റഡ് ലയബിലിറ്റി സ്ട്രക്ചറിനെ ഒരു ശഖ്സിയത്തായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതിന് അതിൻ്റെതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ലീഗൽ പേഴ്സണാലിറ്റി. അത് ഇസ്ലാമിക് ടേംസിൽ ഫിഖ്ഹിൽ അതിനെ അശഖ്സിയത്തിൽ എഴുത്തിബാരിയ എന്നതിനെ വിവരിക്കുന്നുണ്ട്. ഷഖ്സ് അൽ ഹഖീഖി, ഫിഖ്ഹില് കർമ്മശാസ്ത്രത്തിൽ ഷഖ്സ് അൽ ഹഖീഖി യഥാർത്ഥത്തിലുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് നമസ്കാരം, നോമ്പ് ഇതൊക്കെ നിർബന്ധമാകുന്നത് അയാൾ ഷഖ്സ് അൽ ഹഖീഖി ആയതുകൊണ്ടാണ്. എന്നാൽ ഷഖ്സ് അൽ ഇഖ്തിബാരി എന്ന് പറയുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഫിഖ്ഹിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ലീഗൽ പേഴ്സണാലിറ്റി എന്നുള്ള കോൺസെപ്റ്റിനെ
ഷറഅ് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. അത് നമ്മൾ വഴിയെ പറയും. അപ്പൊ ആ കോൺസെപ്റ്റ് തന്നെയാണ് എവിടെയും വന്നിട്ടുള്ളത്. ഈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലും വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് വ്യതിരിക്തമായ ഒരു അസ്തിത്വം ആ കമ്പനിക്കുണ്ട്. കമ്പനി വ്യതിരിക്തമായ ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്. അതിലുള്ള ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അവര് ആക്ച്വൽ പേഴ്സൺസ് ആണ്. ഈ ആക്ച്വൽ പേഴ്സൺസ് മാറാം, ഷെയർ ഹോൾഡേഴ്സ് മാറാം, പക്ഷെ കമ്പനിക്ക് കണ്ടിന്യൂറ്റി ഉണ്ടാകും. ഉദാഹരണത്തിന് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ആ പ്രൊപ്രൈറ്റർ മരിച്ചാൽ എന്ത് സംഭവിച്ചു? ആ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അവിടെ അവസാനിച്ചു. അതിനൊരു ലീഗൽ കണ്ടിന്യൂറ്റി ഇല്ല. പക്ഷെ ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറോ ചെയർമാനോ മരിച്ചാൽ ആ കമ്പനിയുടെ നിലനിൽപ്പ് അവസാനിക്കുന്നില്ല, ലീഗലായിട്ടും അവസാനിക്കുന്നില്ല. മറ്റൊരാളെ ചെയർമാൻ ആക്കിക്കൊണ്ട് കമ്പനിക്ക് മുന്നോട്ട് പോകാം. ചെയർമാൻ ഇല്ലാത്ത അവസ്ഥയിൽ കമ്പനി നിലനിൽക്കും. അത് കമ്പനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി, ഈ രണ്ട് സംഗതികളും നമ്മൾ ഇസ്ലാമികമായിട്ട് വിശദീകരിക്കേണ്ട സംഗതികളാണ്. അതിൽ ഇസ്ലാമികമായിട്ടുള്ള അംഗീകാരം ഉണ്ടോ, ശർഈ ആയിട്ടുള്ള അംഗീകാരം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ വ്യക്തപ്പെടുത്തുകയാണ്. എങ്കിൽ മാത്രമേ അതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ്, മറ്റ് കമ്പനികൾ, ഇതിനെല്ലാം തന്നെ നിയമസാധുത ഉണ്ട് എന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത് കമ്പനി ലോസ് ബാധകമാകുന്ന കമ്പനികൾക്കാണ്. അതിൽ പരമാവധി 200 ഷെയർ ഹോൾഡേഴ്സ് ആണ് പറ്റുക. അതും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ ഇത്ര ഷെയർ ഹോൾഡേഴ്സ് എന്ന് ലിമിറ്റ് ചെയ്തില്ല, എത്രയും ആകാം. അതിന് ഓരോ സ്ലാബ് അനുസരിച്ച് രജിസ്ട്രാറിൽ നിന്നും അഡീഷണൽ പെർമിഷൻ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് അഡീഷണൽ ഷെയർ ഹോൾഡേഴ്സിന് ചേർത്തുകൊണ്ടേയിരിക്കാം. അതിന് റേസ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റലിനും ലിമിറ്റില്ല. അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും ഇല്ല. പക്ഷെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് ലിമിറ്റ് ഉണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. രണ്ടാമത്തേത്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർസ് പബ്ലിക്കലി ട്രേഡ് ചെയ്യാൻ പറ്റുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഷെയർ ഹോൾഡർ എന്ത് ചെയ്യണം, നാളെ കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ ഷെയർസ് ഇന്ന ആൾക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയാൻ പറ്റുകയില്ല. അതിന് ആരുടെ അംഗീകാരം വേണ്ടി വരും? മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ വോട്ടിങ്ങും അംഗീകാരവും മറ്റു കാര്യങ്ങളും ആവശ്യമായിട്ട് വരും. എന്നാൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പബ്ലിക്കലി ആർക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം, അയാൾക്ക് അത് വാങ്ങുകയും ചെയ്യാം. എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രീ ഫ്ലോട്ട് പബ്ലിക്കിന് അവൈലബിൾ ആണ് എന്നുള്ളതാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പോൾ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ എനിക്ക് അതിന്റെ ഷെയർ വാങ്ങണം എങ്കിൽ എനിക്ക് അതിന്റെ മാനേജിംഗ് ഡയറക്ടറുടെയോ ചെയർമാന്റെയോ അനുവാദം ആവശ്യമില്ല. എനിക്ക് വിൽക്കാൻ ഒരാൾ ഇവിടെ തയ്യാറുണ്ട് എങ്കിൽ എനിക്കത് വാങ്ങുകയും ചെയ്യാം. അപ്പോൾ ആ വാങ്ങിയ പ്രപ്പോർഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് എന്റെ ഉടമസ്ഥതയിലേക്ക് വരും. ഇതാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ശിർക്കത്തിന്റെ വിവിധ രൂപങ്ങളും അതിന്റെ വിവിധ നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ വളരെ വിശദമായിട്ട് മുൻകഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മൾ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമില് ശിർക്കത്തിന് എന്തെല്ലാം നിയമങ്ങളുണ്ടോ അതെല്ലാം പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. അത് മോഡേൺ പബ്ലിക് കമ്പനീസ് ആണെങ്കിലും അതിന്റെ ബേസിക് റൂൾസ് ഉണ്ട്. മുഷാറക്കയുടെ ശിർക്കത്തിന്റെ ബേസിക് റൂൾസ് എന്ന് പറയുന്നത് അവിടെയും പാലിക്കൽ നിർബന്ധമാണ്. അഡീഷണൽ ആയിട്ട് വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. അപ്പൊ ഞാൻ അതിലേക്ക് പോകില്ല, കാരണം അത് വളരെ വിശദമായിട്ട് പറയുകയും ചർച്ച ചെയ്യുകയും അതിന്റെ ഡോക്യുമെന്റ്സ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ആവശ്യപ്പെട്ടാൽ വീണ്ടും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഷിർക്കത്ത് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ്, ഷിർക്കത്തുൽ മാൽ അല്ല, കമ്പനി എന്നുള്ളത് മാത്രമല്ല, ഒരു ജനറൽ പാർട്ട്ണർഷിപ്പും ഇസ്ലാമികമായിട്ട് ഷിർക്കത്താണ്. ഏത് തരത്തിലുള്ള കൂട്ട് സംരംഭങ്ങളും, അതായത് ഷിർക്കത്തിന് തന്നെ വിവിധ രൂപങ്ങളുണ്ട്, അത് നമ്മൾ വിശദീകരിച്ചിരുന്നു. ഷിർക്കത്തുൽ അംവാലുണ്ട്, ഷിർക്കത്തുൽ അഅ്മാലുണ്ട്, ഷിർക്കത്തുൽ വുജൂഹുണ്ട്. ഈ 3 ബേസിക് ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ്, അത് നമ്മൾ വിശദീകരിച്ചു. ഇവിടെ നമ്മൾ ഷിർക്കത്ത് എന്ന് പറയുമ്പോൾ ഷിർക്കത്തുൽ അംവാലിനെ കുറിച്ചാണ് പറയുന്നത്. പ്രോപ്പർട്ടിയിലുള്ള, മൂലധനത്തിലുള്ള അല്ലെങ്കിൽ പണത്തിലുള്ള ഷിർക്കത്തിനെ കുറിച്ചാണ് നമ്മൾ. അതല്ലാതെയും ഷിർക്കത്തുകളുണ്ട്. ഉദാഹരണത്തിന് ഒരു വ്യക്തി മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മീറാസ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഷിർക്കത്താണ്. അത് ആളുകൾ ചൂസ് ചെയ്യുന്നതല്ല. ഒരാൾക്ക് 10 മക്കളുണ്ടെങ്കിൽ ഇസ്ലാമികമായ നിയമം അനുസരിച്ച് ഒരാൾ മരണപ്പെടുമ്പോൾ
അദ്ദേഹത്തിന്റെ സ്വത്ത് അള്ളാഹുവിലേക്ക് പോവുകയും അള്ളാഹുവിന്റെ ഹുക്കും അനുസരിച്ച് ആർക്കൊക്കെ എന്തൊക്കെ കിട്ടണമോ അതിലവർ ശിർക്കത്തിലാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നില്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എൻ്റെ ചോയ്സ് കൊണ്ട് ഒരു കമ്പനിയിലേക്ക് പാർട്ട്ണറായി പോകുമ്പോൾ അത് ഷിർക്കത്തുൽ അംവാലാണ്. അത് എൻ്റെ ചോയ്സ് കൊണ്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. പക്ഷെ ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ അവിടെയും ഒരു ശുർക്കത്ത് രൂപപ്പെടുന്നുണ്ട്. അതിലെനിക്ക് എന്ത് പറയാൻ പറ്റൂല? ഇന്ന ആൾക്ക് കൊടുക്കണ്ട എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓൾറെഡി അത് അള്ളാഹുവിന്റെ ഹുക്കും അനുസരിച്ച് അയാൾ അതിൽ ശുർക്കത്തിലാണ് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു വിശദമായ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരുപാട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ സെഷനിൽ ആ സെഷനിൽ ഉണ്ടായ ആൾക്കാരും ഇതിൽ കുറെ ആൾക്കാരുണ്ടാവും. ഇനി അടുത്ത ഒരു പ്രോസസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമ്മള് കമ്പനീസിനെ കുറിച്ച് മനസ്സിലാക്കി, പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കി, സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കി. സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതില് ഒന്നാമത്തെ സംഗതി, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആകുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്ക് മാത്രം. അതില് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഇല്ല, ജനറൽ പാർട്ട്ണർഷിപ്പ് ഇല്ല, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഇല്ല, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസും സ്റ്റോക്ക് മാർക്കറ്റിന്റെ പരിധിയിൽ വരികയില്ല. നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കി, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നതിന്റെ ഓഹരികൾ മാത്രമേ പബ്ലിക്കലി ട്രേഡ് ചെയ്യാൻ പറ്റൂ. പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ വിൽക്കാനും മറ്റൊരാൾക്ക് അത് വാങ്ങാനും സാധിക്കുക എന്ന് പറയുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ ഷെയറുകൾ മാത്രമാണ്. അപ്പോ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ കുറച്ച് ആളുകൾ ഓഹരി എടുത്തു. അപ്പൊ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഏതൊരു ഇൻവെസ്റ്റ്മെന്റിന്റെയും ആവശ്യമാണ്. കാരണം നിങ്ങൾ ഒരു സമയത്ത് ഒരു മുതൽ മുടക്ക് നടത്തി നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുക, ഈ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇല്ലിക്വിഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്ക് എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് കുറവായിരിക്കും. പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് പണം പിൻവലിക്കാൻ സാധിക്കുകയില്ല എന്ന ആളുകൾക്ക് അറിയാമെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ എന്താണ് ഉണ്ടാവുക? താല്പര്യക്കുറവുണ്ടാവും ആളുകൾക്ക്. എന്നാൽ ലിക്വിഡ് ആണ് എങ്കിൽ അതിൽ കൂടുതൽ ആളുകൾക്ക് നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെയും ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസൺ, ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്യുന്ന കാലപരിധി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഒരാൾക്ക് ചിലപ്പോൾ 2 വർഷത്തേക്കായിരിക്കും ഒരു നിക്ഷേപം നടത്താൻ താല്പര്യം ഉണ്ടാകുക. ചില ആളുകൾക്ക് 10 വർഷമായിരിക്കും, ചില ആൾക്ക് 6 മാസമായിരിക്കും. അപ്പോ ഒരാൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഓഹരികൾ വാങ്ങാനും വിൽക്കാനും സാധിക്കുക എന്നുള്ളത് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള മാർക്കറ്റിന്റെ ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ടാണ്. ഈ ലിക്വിഡിറ്റി ഇല്ലാതാകുന്നത് ആ മാർക്കറ്റിനെ അത്രത്തോളം ഇൻഎഫിഷ്യന്റ് ആക്കും എന്നുള്ളതാണ്. ഒരു ഉദാഹരണം നമുക്ക് എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പൊ മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ, അതെന്താണ്? ലീഗൽ സ്ട്രക്ചർ അനുസരിച്ച് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. എന്നാൽ അത് ലിസ്റ്റഡ് കമ്പനിയാണോ? അല്ല. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ പോയാൽ മീഡിയ വണ്ണിന്റെ ഓഹരികൾ വാങ്ങിക്കാനോ വിൽക്കാനോ നമുക്ക് സാധിക്കില്ല. എന്നാൽ മീഡിയ വണ്ണിൽ ഇപ്പോൾ ഷെയർ ഹോൾഡർ ആയിട്ടുള്ള ഒരാൾക്ക് സ്വന്തം നിലക്ക് ഒരു ബയറെ കണ്ടെത്തിക്കൊണ്ട് അയാളുടെ പേരിലേക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയും മറ്റേ ആൾക്കത് വാങ്ങാൻ സാധിക്കുകയും ചെയ്യും. പക്ഷെ ഇതെന്ന് പറയുന്നത് എപ്പോഴും പ്രായോഗികമല്ല. ഒരു ബയറെ ഞാൻ തന്നെ കണ്ടെത്തുകയും ഞാൻ ഉദ്ദേശിക്കുന്ന വിലക്ക് അദ്ദേഹത്തിന് ആ ഓഹരി വിൽക്കുകയും അദ്ദേഹം അത് വാങ്ങാൻ തയ്യാറാവുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടീഡിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോ ഈ ഓഹരികൾക്ക് ഒരു വിപണി ഉണ്ടാകണം. പറഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ വിപണികൾ ഉള്ളതുപോലെ കമ്പനികളുടെ ഓഹരികൾക്ക് ഒരു വിപണി ഉണ്ടാവുക എന്നുള്ളതാണ് എന്തിന്റെ കോൺസെപ്റ്റ്? സ്റ്റോക്ക് മാർക്കറ്റിന്റെ കോൺസെപ്റ്റ്. അപ്പൊ എന്തുകൊണ്ടാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്? സ്റ്റോക്ക് ഓഫ് ഷെയർസിന്റെ ഷോർട്ട് ആയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ ധരിക്കുക എന്തോ സാധനങ്ങളുടെ സ്റ്റോക്ക് വിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. തുണികളുടെ ഒക്കെ സ്റ്റോക്ക് വിൽക്കുന്ന ഹോൾസെയിൽ മാർക്കറ്റും ഒക്കെ ഉണ്ടാവും. അതേപോലെ ഉള്ള ഒരു മാർക്കറ്റിനെയല്ല നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിന് നമ്മൾ ഷെയർ മാർക്കറ്റ് എന്ന് പറയാറുണ്ട്, സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്നും പറയാറുണ്ട്. സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഷെയർ ഒരു തരത്തിലുള്ള സെക്യൂരിറ്റിയാണ്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ്. ഏതുപോലെ? ഡിബെഞ്ചർ പോലെ, ബോണ്ട് പോലെ ഷെയറും ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ് എന്നുള്ളത് കൊണ്ട് അതിനെ
സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയാറുണ്ട്, ഷെയർ എന്ന അർത്ഥത്തിൽ ഷെയർ മാർക്കറ്റ് എന്ന് പറയാറുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ a stock of shares എന്ന് പറഞ്ഞാൽ ഒരു 10, 100 ഇതൊക്കെ സ്റ്റോക്സ് ആണ്, സ്റ്റോക്ക് ഓഫ് ഷെയർസ്. ആ അർത്ഥത്തിൽ നമ്മൾ അതിനെ സ്റ്റോക്ക് മാർക്കറ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് കമ്പനികളുടെ ഓഹരികളെ ക്രയവിക്രയം ചെയ്യുന്ന വ്യവസ്ഥാപിതമായ ഒരു വിപണിയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2-3 കാര്യങ്ങൾ വളരെ പ്രധാനമായി നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ മാത്രമേ പൊതു സ്റ്റോക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുകയുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളുടെ ബിസിനസ്സിനെ എത്തിക്കണമെങ്കിൽ അനിവാര്യമായും നിങ്ങളുടെ ലീഗൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിരിക്കണം. അതിന് ഏറ്റവും കൂടുതൽ നിയമം ബാധകമാകുന്ന സ്ട്രക്ചറാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. കമ്പനി ലോസിലെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളും അഡീഷണലി ലിസ്റ്റിംഗിന്റെ നിയമങ്ങളും കൂടി പാലിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് റെഗുലേറ്ററുടെ അംഗീകാരം വാങ്ങി നിങ്ങൾ ഒരു കമ്പനിയെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു ലിസ്റ്റഡ് കമ്പനിയായി മാറും. അപ്പൊ മീഡിയ വണ്ണിന് ഇപ്പോൾ ഓൾറെഡി അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിന്റെ മാനേജ്മെന്റ് അതിനെ ലിസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും, സെബിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം. സെബി എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ചസ് ബോർഡ് ഓഫ് ഇന്ത്യ, സ്റ്റോക്ക് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന റെഗുലേറ്ററി ബോഡിയാണ്. അതിന് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആദ്യം ചെയ്യണം. അതുപോലെ തന്നെ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യണം. അതിന്റെ അണ്ടർ റൈറ്റർ നിയമിക്കും. ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ആ കമ്പനിയുടെ വിപണി മൂല്യം കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിലേക്ക് വളരെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്നിട്ട് ആ കമ്പനി ലിസ്റ്റ് ആകുന്നതോടുകൂടി എന്ത് സംഭവിക്കും, ആ ഓഹരി അത് പബ്ലിക്കലി അവൈലബിൾ ആകും. ആർക്ക് വേണമെങ്കിലും പോയി വാങ്ങുകയും വിൽക്കുകയും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് അത് വരും. അതിന് പ്രത്യേക അംഗീകാരം ആവശ്യമില്ല. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. അത് കമ്പനി ലോയിൽ പറയുന്നതാണ്. അപ്പൊ നിങ്ങളെ ഷെയർസ്, നിങ്ങളടുത്ത് 100 ഷെയർസ് ഉണ്ട് മീഡിയ വണ്ണിന്റെ, നിങ്ങളത് വിൽക്കാൻ തയ്യാറായി, ഞാൻ വാങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രിയിൽ നിന്ന് എൻ്റെ രജിസ്ട്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നടക്കേണ്ടത്. അതിന്റെ പേയ്മെന്റ് ഞാൻ നിങ്ങൾക്ക് തരികയും വേണം. ഇത് രജിസ്ട്രാർ എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്. എല്ലാ കമ്പനിക്കും എന്ത് വേണം, ഒരു രജിസ്ട്രാർ ഉണ്ടാകണം. രജിസ്ട്രാർ അതിന്റെ ഷെയർസിന്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ബോഡിയാണ് ഈ രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ്, അതൊരു ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി ആയിരിക്കും. ഓക്കെ, അവരുടെ ആ രജിസ്ട്രാറിൽ അതിന്റെ ബുക്സിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് എന്താകും, ആ ഓണർഷിപ്പ് നിങ്ങളിൽ നിന്ന് എന്നിലേക്ക് ട്രാൻസ്ഫർ ആകും. ഇതിനെ 2 രൂപത്തിലുണ്ട്. ഒന്ന് ഫിസിക്കൽ ഷെയർസ് ആണ്, ഒന്ന് ഡീമെറ്റീരിയലൈസ്ഡ് ഷെയർസ് ആണ്. ഫിസിക്കൽ ഷെയർസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പേപ്പർ ആയിരിക്കും. ആ പേപ്പറിൽ മാർക്ക് ചെയ്യണത് ഇന്നാളെ പേരിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫിസിക്കൽ ഷെയർസ് ഇന്ന് വളരെ തുലവും കുറവാണ്. കാരണം ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത് നിയമപരമായി നിർബന്ധമാക്കി. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് അത് ക്രെഡിറ്റ് ആവും. അപ്പൊ ഞങ്ങളിന്ന് വാങ്ങുമ്പോൾ നിങ്ങളുടെ ഷെയർസ് എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരികയും നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ അതിന് പ്രത്യേകമായിട്ടൊരു അപ്രൂവലിന്റെ ആവശ്യം ഇല്ല. ഡെപ്പോസിറ്ററീസ് ഡിമാറ്റ് കീപ്പ് ചെയ്യുന്ന എൻറ്റിറ്റിയാണ്. രജിസ്ട്രാർ എന്ന് പറയുന്നത് ഈ ഷെയർസിന്റെ ഫ്ലോ, അതിന്റെ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബോഡിയാണ്. ഇനി ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, അഷഖ്സ് അൽ എഅ്തിബാരി എന്ന് പറയുന്ന കോൺസെപ്റ്റിന് എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ആ കാര്യങ്ങളുടെ അതിന്റെ ഇസ്ലാമികമായ ചർച്ച എന്താണ് എന്നുള്ളത് ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷഖ്സ് അൽ എഅ്തിബാരി എന്ന് പറയുന്നത് മനുഷ്യരല്ലാത്ത, അതായത് ഷഖ്സ് ഹഖീഖി അല്ലാത്ത എൻറ്റിറ്റികളെ വ്യക്തികളായിട്ട് പരിഗണിക്കുകയും സാധാരണ മനുഷ്യന്മാർക്ക് കിട്ടുന്ന സാമ്പത്തികമായ അവകാശങ്ങൾ അവർക്ക് കൂടി വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനാണ്, അല്ലെങ്കിൽ ആ എൻറ്റിറ്റികൾ അഷഖ്സ് അൽ എഅ്തിബാരി എന്ന് പറയുക. അപ്പൊ ഒരു കമ്പനി നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, അഷഖ്സ് അൽ എഅ്തിബാരി. കമ്പനിക്ക് എന്ത് ചെയ്യാം, കമ്പനിക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം.
കമ്പനി എ കമ്പനി ബി തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതിലുള്ള ഷെയർ ഹോൾഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു എന്നാണോ? ആണോ? അല്ല. ഷെയർ ഹോൾഡേഴ്സ് ഇന്നത്തെ താവില്ല നാളെ, പക്ഷെ ഈ കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കിയ കോൺട്രാക്ട് അവിടെ നിലനിൽക്കും. ഓക്കെ. അതേപോലെ കമ്പനി പാപ്പരായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കമ്പനിയുടെ അസറ്റ്സിനേക്കാൾ കൂടുതലാണ് അതിന്റെ ലയബിലിറ്റീസ്. അതിന്റെ അസറ്റ്സ് മൊത്തം വിറ്റാലും അതിന്റെ ലയബിലിറ്റീസ്, അതിന്റെ കടം, അതിന്റെ ബാധ്യത വീട്ടാൻ സാധിക്കുകയില്ല. അപ്പോഴും സമ്പന്നരായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് അവിടെ ഉണ്ടാവും. ഓക്കെ. അവരുടെ പേഴ്സണൽ ആയിട്ട് അസറ്റ്സിലേക്ക് നിങ്ങൾക്ക് കൈവെക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? കമ്പനി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, ഈ വ്യക്തികൾ എന്ന് പറയുന്നത് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. ഈ ഒരു കോൺസെപ്റ്റിനെ ഇസ്ലാമികമായി അംഗീകരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഷറയിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ആ കോൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അതിന്റെ തെളിവായിട്ട് ആധുനിക സാമ്പത്തിക പണ്ഡിതനായിട്ടുള്ള, അദ്ദേഹം സാമ്പത്തിക പണ്ഡിതൻ മാത്രമല്ല, വലിയൊരു ഇസ്ലാമിക് സ്കോളറാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ശരിയ ഗവേണിംഗ് കൗൺസിലിന്റെ അംഗമാണ് അദ്ദേഹം. മുഫ്തി തഖി ഉസ്മാനി എന്ന് പറയുന്ന ഈ വ്യക്തി, അദ്ദേഹം ഇന്ന് ലോകത്തെ എല്ലാവിധ മേജർ ഇസ്ലാമിക് ബാങ്കുകളുടെയും ശരിയ ബോർഡിലെ അംഗമാണ്. അദ്ദേഹം ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് അതിനുള്ള തെളിവുകൾ അൽ മബ്സൂത്ത് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അസ്സറഖ്സി എഴുതിയ, ക്ലാസിക്കൽ ഇമാമായിട്ടുള്ള അസ്സറഖ്സി എഴുതിയിട്ടുള്ള അൽ മബ്സൂത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഈ രീതിയിൽ ഒരു സ്ഥാപനത്തെ ശഖ്സിയത്തായത് പരിഗണിക്കുന്നതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിൽ ഒന്നാണ് വഖഫ്. വഖഫ് എന്താണ്? അദ്ദേഹം പറയുന്നത് അശ്ശഖ്സ് അൽ ഏത്തിബാരിയാണ്. എന്താണ് കാരണം? ഒരു വഖഫ് നിങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ വാക്കിഫ് മരണപ്പെട്ടോട്ടെ, മുത്തവല്ലി മരണപ്പെട്ടോട്ടെ, അതിന് കണ്ടിന്യൂറ്റി ഉണ്ടാകും. അതിന്റെ അസറ്റ്സ് എന്ന് പറയുന്നത് ആരുടേതാണ്? വഖഫിൻ്റെത്. ഇനി ആ വഖഫിൽ നിന്നുള്ള വരുമാനം കൊണ്ട് പുതിയൊരു പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങിച്ചാൽ അത് ഒറിജിനൽ വഖഫിന്റെ ഭാഗം ആവുകയില്ല. എന്നാൽ ആ പുതിയ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥത ആർക്കായിരിക്കും? ആദ്യത്തെ വഖഫിനായിരിക്കും. എന്ന് പറഞ്ഞാല് ആദായം കിട്ടുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് പുതിയൊരു ബിൽഡിംഗ് വാങ്ങിച്ചു. ഈ രണ്ടാമത്തെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ആദ്യത്തെ വഖഫിന്റെ ഭാഗമാണോ? അല്ല. കാരണം ആദ്യത്തെ വഖഫ് എന്ന് പറയുന്നത് എന്താണോ ഒരാൾ വഖഫ് ചെയ്ത് പോയത് അത് മാത്രമാണ് ആദ്യത്തെ വഖഫ്. രണ്ടാമത്തെ ബിൽഡിംഗ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്, ഈ വഖഫിന്റെ ഭാഗമാവുകയില്ല. അപ്പൊ രണ്ടാമത്തെ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ ആരാണ്? ആദ്യത്തെ വാഖിഫ് അല്ല, ഈ വഖഫാണ്. ഈ ഏത് വഖഫിന്റെ ആദായത്തിൽ നിന്നാണോ രണ്ടാമത്തെ ബിൽഡിംഗ് വാങ്ങിയിട്ടുള്ളത് ആ വഖഫിനാണ് അതിന്റെ ഉടമസ്ഥത. കൂലി കിട്ടുണ്ടാവും, അതല്ല നമ്മൾ പറയുന്നത്. ലീഗലി ഇതിന്റെ ഉടമസ്ഥതയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് അതിന്റെ അജ്ർ അദ്ദേഹത്തിന് കിട്ടും തീർച്ചയായിട്ടും. കാരണം എന്താണ്? അത് സദഖ ജാരിയായ സദഖ ആയതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുമല്ലോ. നമ്മൾ പറയുന്നത് എല്ലാവിധ നിയമപരമായ പരിഗണനകൾക്കും ആരായിരിക്കും ഇതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത്? ആദ്യത്തെ വഖഫായിരിക്കും. എന്നാൽ ആദ്യത്തെ വഖഫിന്റെ ഭാഗമല്ല രണ്ടാമത്തെ വഖഫ്. ഇനി രണ്ടാമത്തെ ഉദാഹരണം ഈ ഗ്രന്ഥത്തിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈത്തുൽ മാൽ എന്ന് പറയുന്നത് എന്താണ്? ഇസ്ലാമില് അശ്ശഖ്സ് അൽ ഏത്തിബാരിയാണ്. ബൈത്തുൽ മാലിന് കണ്ടിന്യൂറ്റി ഉണ്ട്. ഖറാജിൽ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഭാഗമാണ് ബൈത്തുൽ മാൽ. ഖറാജിൽ വേറെയും തരത്തിലുള്ള വരുമാനങ്ങൾ, ലാൻഡ് ടാക്സ് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ഗവൺമെന്റ് പ്രത്യേകമായി നടപ്പാക്കിയ മറ്റു നികുതികളൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ടാവും. എന്നാൽ സക്കാത്ത് എന്ന് പറയുന്നത് കൃത്യമായ അസ്നാഫുകളിൽ മാത്രം ചെലവഴിക്കേണ്ട ഫണ്ടാണ്. അതിന് പൊതുവായിട്ടുള്ള ഉപയോഗങ്ങൾ പറ്റുകയില്ല. കൃത്യമായ വകുപ്പുകളിൽ മാത്രം ചെലവഴിക്കേണ്ട ഫണ്ടാണ് സക്കാത്ത്. എന്നാൽ ജനറൽ ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഇഷ്ടമനുസരിച്ച് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന് ഒക്കെയും ചെലവഴിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കേസിൽ പൊതുവായിട്ടുള്ള ശമ്പളം കൊടുക്കാൻ, ഒരു ഉദാഹരണം പറയാണ്, പൊതുവായിട്ടുള്ള ശമ്പളം കൊടുക്കാൻ ഖറാജ് ഡിപ്പാർട്ട്മെന്റിൽ പൈസ ഇല്ല എന്ന് വെക്കുക. സക്കാത്തിന്റെ പൈസ അതിനെടുത്ത് ചെലവഴിക്കാൻ സാധിക്കുമോ? ഇല്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? സക്കാത്തിൽ നിന്ന് മറ്റേ ഡിപ്പാർട്ട്മെന്റിന് കടം നൽകാൻ പറ്റും.
സർപ്ലസ്. തിരിച്ചു നൽകേണ്ടതായിട്ടുള്ള കടം നൽകാൻ പറ്റും. ഇതെന്ത് തെളിയിക്കുന്നു? ഇതൊക്കെയും ഷഖ്സ് അൽ ഇഅ്തിബാരിയാണ് എന്നുള്ളതാണ്. അത് ആരുടെ കടമാണ്? അപ്പുള്ള അമീറിന്റെ കടമാണോ? അല്ല. അപ്പുള്ള ഉദ്യോഗസ്ഥരുടെ കടമാണോ? അല്ല. മറ്റേ ഖറാജ് ഡിപ്പാർട്ട്മെന്റ് ബൈത്തുൽ മാലിലേക്ക് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് എത്ര കാലം കഴിഞ്ഞാലും അത് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ ആ കടം നിലനിൽക്കും. അത് ആർക്ക് തിരിച്ചു കിട്ടേണ്ട കടമാണ്? ബൈത്തുൽ മാലിന് തിരിച്ചു കിട്ടേണ്ട കടമാണ്. ആര് നൽകേണ്ടതാണ്? ഈ ഖറാജ് ഡിപ്പാർട്ട്മെന്റ് നൽകേണ്ട കടമായിട്ട് നിലനിൽക്കും. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് ലിമിറ്റഡ് ലയബിലിറ്റി അല്ലെങ്കിൽ ലീഗൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ശറഅ് കൂടി അംഗീകരിച്ച ഒരു കോൺസെപ്റ്റ് ആണ് എന്ന് മുഫ്തി തഖി ഉസ്മാനി അദ്ദേഹത്തിന്റെ ആൻ ഇൻട്രൊഡക്ഷൻ ടു ഇസ്ലാമിക് ഫൈനാൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത് ലീഗൽ എൻറ്റിറ്റി ആയതുകൊണ്ടും അതിന് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളത് കൊണ്ടും അത് ഇസ്ലാമികമായിട്ട് അക്സെപ്റ്റബിൾ അല്ലാതാകുന്നില്ല. അത് ഇസ്ലാമികമായിട്ട് അക്സെപ്റ്റബിൾ ആണ്. നമ്മൾ പറഞ്ഞു വന്നത് ഈ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ശർഈയായ സാധുതയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ അതിന് തെളിവുകൾ നമ്മളുടെ പ്യൂർ ഇസ്ലാമികമായിട്ടുള്ള സംവിധാനങ്ങളിൽ തന്നെ അതിൻ്റെ തെളിവുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞു വെച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂരിഭാഗം ആധുനിക പണ്ഡിതന്മാരും ലിമിറ്റഡ് ലയബിലിറ്റിയെ ഒരു കോൺസെപ്റ്റായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അതിപ്പോൾ കമ്പനികളില്ലെങ്കിലും ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റും ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റും അല്ലാത്തിടത്തും ഉണ്ട്. അതിന് ഉദാഹരണമാണ് വഖഫ്, അതുപോലെ തന്നെ ബൈത്തുൽ മാല്, ഗവൺമെൻറ്റിൻ്റെ വിവിധ സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനിയും നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ മാർക്കറ്റിന് ഇടയിൽ മാർക്കറ്റിനെ കുറിച്ച് ഒന്നും കൂടി ഒന്ന് വിശദമായിട്ട് പ്രതിപാദിക്കാം. സ്റ്റോക്ക് മാർക്കറ്റിന് പ്രധാനമായിട്ടും 2 തട്ടുകളാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഇങ്ങനെ വേർതിരിഞ്ഞ 2 കമ്പാർട്ട്മെന്റ്സ് എന്നുള്ള നിലക്കല്ല പറയുന്നത്. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിനെ പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും വിഭജിക്കും. ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമായതുകൊണ്ട് മാത്രം പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ സംശയങ്ങൾ പിന്നീട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഇസ്ലാമികത മനസ്സിലാക്കുന്നതിന് നമുക്ക് പിഴവുകൾ സംഭവിക്കും. അപ്പം ഇതിൻ്റെ ഘടനകൾ മനസ്സിലാക്കി പോകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മാത്രമേ അത് എന്ത് തരത്തിലാണ് അതിൽ ഇസ്ലാമികമായ പ്രിൻസിപ്പിൾസ് ആപ്ലിക്കബിൾ ആകുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാവുള്ളൂ. പ്രൈമറി മാർക്കറ്റിൽ ഒരു കമ്പനി, ആ കമ്പനിയുടെ ഓഹരികൾ ആദ്യമായി അതിൻ്റെ ഓഹരി ഉടമകൾക്ക് കൊടുക്കുന്ന മാർക്കറ്റിനെയാണെന്ന് പറയാം പ്രൈമറി മാർക്കറ്റ് എന്ന് പറയാം. അപ്പോൾ നേരത്തെ ഉദാഹരണം നമ്മൾ എടുക്കുക, മീഡിയ വൺ എന്ന് പറയുന്ന കമ്പനി ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിലൂടെ കുറേയധികം പുതിയ ഷെയറുകൾ വിപണിയിലേക്ക് ഇറക്കുന്നു. അത് ആദ്യമായിട്ട് ആരുടെ കയ്യിലെത്തും? IPO പ്രോസസ്സിലൂടെ ഒരുപാട് ആളുകളുടെ കയ്യിലേക്ക് വരും. ഈ പൈസയാണ് ആർക്ക് കിട്ടുക? ഈ കമ്പനിക്ക് മൂലധനം എന്നുള്ള നിലക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് 100 കോടി രൂപ അല്ലെങ്കിൽ 1000 കോടി രൂപ സമാഹരിക്കാൻ വേണ്ടി ഒരു IPO കൊണ്ടുവന്നു. ഷെയറുകൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിലൂടെ വിപണിയിലേക്ക് ആളുകളുടെ കയ്യിലേക്ക് കൊടുത്തു. ആ സബ്സ്ക്രിപ്ഷനിൽ ആളുകൾ പങ്കാളികളായി. അവർ പൈസ കൊടുത്തുകൊണ്ട് ഓഹരികൾ മേടിച്ചു. ആ പൈസ മീഡിയ വണ്ണിൻ്റെ മൂലധനമായിട്ട് മാറും. ഓക്കെ, ഇതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ലിക്വിഡിറ്റി എന്ന് പറയുന്ന പ്രശ്നത്തെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ആദ്യം ഓഹരികൾ വാങ്ങിയ ആളുകൾക്ക് എന്ത് വേണം? ഇത് ആവശ്യം വരുന്ന സമയത്ത് വിൽക്കണം. അവരുദ്ദേശിക്കുകയാണെങ്കിൽ വിൽക്കണം. പിന്നീട് ഈ ഓഹരികൾ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത് വാങ്ങിക്കാനും ഒരു വിപണി ഉണ്ടാകണം. ആ ക്രയവിക്രയമാണ് സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്നത്. ഇതിൽ കമ്പനിയുടെ മൂലധനം വ്യത്യാസപ്പെടുകയില്ല. അപ്പോൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് കമ്പനി ടു ഇൻവെസ്റ്റേഴ്സ് ആണ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ട്രേഡേഴ്സ് ടു ട്രേഡേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് 100 രൂപക്കാണ് IPO മാർക്കറ്റിൽ ഓഹരികൾ വിറ്റത് എന്ന് വിചാരിക്കുക. അങ്ങനെ 1000 കോടി രൂപ സമാഹരിച്ചു. 1000 കോടി രൂപ കമ്പനിയുടെ മൂലധനമായി. പിന്നീട് ഇതിന്റെ വില എന്ന് പറയുന്നത് വിപണിയിൽ വ്യത്യാസപ്പെടും. ഓക്കെ, 110 ആകാം, മുഖവിലയുടെ താഴെ വരാം. അതുപോലെ തന്നെ ഏത് വിലക്കാണ് IPO നടന്നത് അതിന്റെ താഴെയോ മുകളിലോ ഒക്കെ ആയിട്ട് ഇതിന്റെ വ്യാപാരം നടന്നുകൊണ്ടേയിരിക്കും സെക്കൻഡറി മാർക്കറ്റിൽ. അപ്പോൾ 100 രൂപക്കാണ് IPOയിൽ കമ്പനി ഓഹരികൾ വിറ്റതെങ്കിൽ
പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച അത് ചിലപ്പോൾ 110 രൂപക്കോ 150 രൂപക്കോ ആയിരിക്കും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ന്യായീകരണം എന്താണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത് ഏത് മാർക്കറ്റിലും അപ്ലിക്കബിൾ ആകുന്നത് പോലെ ഓഹരി വിപണിയിലും അപ്ലിക്കബിൾ ആകും. കമ്പനിയുടെ പ്രോസ്പെക്ട്സ്, അതിന്റെ ലാഭനഷ്ട സാധ്യതകൾ, അതിന്റെ ഏറ്റവും അടുത്ത ക്വാർട്ടറിലുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, അതുപോലെ തന്നെ എന്താണോ ഇൻവെസ്റ്റേഴ്സ് കമ്പനിയുടെ ഭാവിയായിട്ട് കാണുന്നത് എല്ലാം തന്നെയും കമ്പനികളുടെ ഓഹരികളുടെ വിലയെ ബാധിക്കാറുണ്ട്. എന്തിനധികം ലോകത്തുണ്ടാകുന്ന യുദ്ധങ്ങൾ വരെ എന്തിനു ബാധിക്കും? ഓഹരി വിപണിയെ ബാധിക്കും, അതിലുള്ള ഇൻഡിവിജ്വൽ കമ്പനികളെയും ബാധിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ നടക്കുന്ന യുദ്ധം കൊണ്ട് മാർക്കറ്റിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായും സംഭവിച്ചിട്ടുണ്ട്. ഇന്നോ രണ്ടു ദിവസം മുന്നേക്ക് മാർക്കറ്റ് നോക്കിയ ആളുകൾക്ക് അറിയാം വലിയ ഒരു റീജിയണൽ യുദ്ധത്തിന് സാധ്യതയുള്ള സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മെറ്റീരിയലൈസ് ആയി കഴിഞ്ഞാൽ വലിയ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യണം? കയ്യിലുള്ള ഓഹരികളൊക്കെ വിറ്റ് ഒഴിവാക്കുമ്പോൾ സപ്ലൈ മാർക്കറ്റിൽ ഉയരുകയും സ്വാഭാവികമായിട്ട് സപ്ലൈ ഉയരുന്നതിന്റെ പരിണിതി എന്ന് പറയുന്നത് പ്രൈസ് താഴത്തേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് പ്രൈമറി മാർക്കറ്റ് ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് കമ്പനി ടു ഇൻവെസ്റ്റേഴ്സ് ആണ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് ടു ട്രേഡേഴ്സ് ആണ്. ഇനി പ്രധാനമായിട്ടും മാർക്കറ്റിലുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. കമ്പനി ഉണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവർക്കിടയിൽ എന്താണുള്ളത്? മാർക്കറ്റ് മെക്കാനിസം, മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അതിൽ പ്രധാനം റെഗുലേറ്റർ ആണ്. ഇന്ത്യയിലെ റെഗുലേറ്റർ എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതാണ് മാർക്കറ്റിൽ വേണ്ട നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന ബോഡി. മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡി അതാണ്. ലിസ്റ്റിംഗ് റിക്വയർമെന്റ്സ്, മാർക്കറ്റ് ഒരു ക്രമീകൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് എൻഷുർ ചെയ്യേണ്ടത് സെബിയുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത്. ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, രണ്ടാമത്തേത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇതിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സ്ഥിതി ചെയ്യുന്നത് ബോംബെയിലാണ്. വോള്യം കൊണ്ട് ലോകത്തെ 2ാമത്തെയോ 3ാമത്തെയോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഒന്നാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, ഈ 2 പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് എന്തിന്റെ വിപണനം നടക്കുന്നത്, വ്യാപാരം നടക്കുന്നത്? ഈ ഓഹരികളുടെ വ്യാപാരം നടക്കുന്നത്. ഒരുപാട് റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും ഇന്ത്യയിൽ ഉണ്ട്. ഉദാഹരണത്തിന് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ മദ്രാസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഇന്ന് മോറോലെസ് എന്താണ്? വളരെ കുറഞ്ഞ അളവിൽ മാത്രം പ്രവർത്തിക്കുന്ന എക്സ്ചേഞ്ചുകളായിട്ട് മാറി. പലതും മറ്റു എക്സ്ചേഞ്ചുകളിലേക്ക് ലയിപ്പിച്ചു, പലതും അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നും കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ബിൽഡിംഗ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ ഇന്റർനെറ്റിന്റെ വ്യാപനത്തോടു കൂടി ട്രാൻസാക്ഷനുകളൊക്കെ ഇലക്ട്രോണിക്കലി നടക്കും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെയും അടച്ചുപൂട്ടേണ്ടി വന്നിട്ടുള്ളത്. ഇനി ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരാൾക്ക് ഓഹരി വാങ്ങണമെങ്കിൽ അതിന്റെ മെക്കാനിസം എന്താണ്? ആളുകൾക്ക് നേരിട്ട് പോയി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടത്തുക എന്നുള്ളത് പോസിബിൾ അല്ല. ബൈ ലോ ഒരു മാർക്കറ്റ് ഇന്റർമീഡിയറിയുടെ അടുത്ത് അദ്ദേഹം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മാർക്കറ്റ് ഇന്റർമീഡിയറി എന്ന് പറയുന്നതിനെ നമ്മൾ സാധാരണ എന്ത് പറയുന്നു? ബ്രോക്കേഴ്സ് എന്ന് പറയുന്നു. ഓഹരി ബ്രോക്കർമാർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ലൈസൻസ്ഡ് മാർക്കറ്റ് ഇന്റർമീഡിയറീസ് ആണ്. അവരുടെ രജിസ്ട്രേഷൻ നൽകുന്നത് സെബിയാണ്. അവരുടെ അടുത്ത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ഓഹരി വിപണിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമാണ്. ഡിമാറ്റ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന എൻറ്റിറ്റികളെ നമ്മൾ ഡെപ്പോസിറ്ററികൾ എന്നാണ് പറയുന്നത്. അപ്പൊ മാർക്കറ്റ് ഇന്റർമീഡിയറീസ് ബ്രോക്കേഴ്സ് വേറെയാണ്, ഡെപ്പോസിറ്ററീസ് വേറെയാണ്. ഓക്കെ, ഇന്ത്യയിൽ 2 പ്രധാനപ്പെട്ട ഡെപ്പോസിറ്ററീസ് ആണുള്ളത്. നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററീസ് ലിമിറ്റഡ് NSDL, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് CDSL. NSDL ഉം CDSL. ഈ 2 ഒരു ഡെപ്പോസിറ്ററിയിലായിരിക്കും എല്ലാവർക്കും ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവുക. ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എൻറ്റിറ്റീസിനെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്നാണ് പറയുക. സാധാരണഗതിയിൽ പ്രായോഗികമായിട്ട് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബ്രോക്കർക്ക് ഈ 2 ലൈസൻസും ഉണ്ടാകും. അയാൾക്ക്
ട്രേഡിംഗ് ലൈസൻസും ഉണ്ടാകും, അതുപോലെ തന്നെ ഡെപ്പോസിറ്ററി ലൈസൻസും ഉണ്ടാകും. അപ്പോഴാണ് സീംലെസ് ആയിട്ട് ഈ പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുക. ആ നിലക്ക് അവരെ മാർക്കറ്റ് ഇന്റർമീഡിയറീസ് എന്ന് പറയും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ക്ലിയറിംഗ് കോർപ്പറേഷനാണ്. അതിന് UCC എന്നും പറയും, യൂണിവേഴ്സൽ ക്ലിയറിംഗ് കോർപ്പറേഷൻ എന്ന് പറയും. അപ്പോൾ ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ക്ലിയറിംഗ് കോർപ്പറേഷൻ. അതൊരു ഗവൺമെന്റ് എൻറ്റിറ്റിയാണ്. അതിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളൊരു ഓഹരി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ, നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടണം, അല്ലെ? ഏത് റേറ്റിനാണ് നമ്മൾ മാർക്കറ്റിൽ സാധനം വിറ്റത് അതിന് ആനുപാതികമായ പൈസ നിങ്ങളുടെ അടുത്തേക്ക് വരണം. അതുപോലെ തന്നെ ഓഹരി വാങ്ങിച്ച ആൾക്ക് അദ്ദേഹത്തിന്റെ ഓഹരികളും കിട്ടണം. ഇത് പലപ്പോഴും നമ്മൾ അപ്പുറത്തുള്ള കൗണ്ടർ പാർട്ടിയുടെ ഫേസ് പോലും കാണാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് ഓഹരി വിപണിയിൽ നടക്കുന്നത്. പക്ഷേ ഓഹരി വിപണിയിൽ നിയർ 100% എന്താണ്, ക്ലിയറിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ വിറ്റ ആൾക്ക് പൈസ കിട്ടാത്തൊരു ദിവസം ഇല്ല, അതുപോലെ തന്നെ വാങ്ങിച്ച ആൾക്ക് ഓഹരികൾ കിട്ടാത്തൊരു ദിവസമില്ല. ഇതെങ്ങനെ നടക്കുന്നു? ഇത് എൻഷുർ ചെയ്യുന്ന എൻറ്റിറ്റിയാണ് ക്ലിയറിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ക്ലിയറിംഗ് കോർപ്പറേഷന്റെ ചുമതലയാണ് എല്ലാവരുടെയും ട്രേഡ്സ് സെറ്റിൽ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആ നിലക്ക് ക്ലിയറിംഗ് കോർപ്പറേഷൻ യൂണിവേഴ്സൽ കൗണ്ടർ പാർട്ടിയാണ്. അപ്പൊ നമ്മൾ മറ്റൊരാളുമായിട്ടാണ് ട്രേഡിംഗ് നടത്തുന്നതെങ്കിലും നമ്മളുടെ ട്രേഡ് സെറ്റിൽ ആകും എന്നുള്ള ഉറപ്പ് ആര് തരുന്നുണ്ട്? ക്ലിയറിംഗ് കോർപ്പറേഷൻ തരുന്നുണ്ട്. ഏതുപോലെ RBI അടിച്ച ഒരു നോട്ട് ഇന്ത്യയിൽ എല്ലാവരും സ്വീകരിക്കും എന്നുള്ള ഉറപ്പ് ആരുടെ ഉറപ്പാണ്? റിസർവ് ബാങ്കിന്റെ ഉറപ്പാണ്. അത് ആ നോട്ടിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലീഗൽ ടെൻഡർ ആണെന്നുള്ളത് റിസർവ് ബാങ്ക് എഴുതി, റിസർവ് ബാങ്ക് ഡയറക്ടറോ ചെയർമാനോ എഴുതി ഒപ്പിട്ടിട്ടുള്ള ഒരു സിഗ്നേച്ചർ നമുക്ക് നോട്ടിൽ കാണാം. അതാണ് അതിന്റെ മൂല്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓഹരി വിപണിയിൽ നിങ്ങൾ വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ്സ് സെറ്റിൽ ആകും എന്നുള്ളത് എൻഷുർ ചെയ്യുന്നത് ആരാ? ക്ലിയറിംഗ് കോർപ്പറേഷനാണ്. ഇനി ഇൻ കേസ് നിങ്ങളുടെ ഒരു ട്രേഡ് സെറ്റിൽ ആയില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾ വാങ്ങിച്ച ആളെ തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെ പോകണ്ടുള്ളൂ? ക്ലിയറിംഗ് കോർപ്പറേഷനിലേ പോകണ്ടുള്ളൂ. അവിടെ ഔദ്യോഗികമായിട്ടൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ്സ് സെറ്റിൽ ആവും. ഓക്കെ, അപ്പൊ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് മേക്കറാണ് ക്ലിയറിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ട്രേഡിന്റെ സെറ്റിൽമെന്റ് സൈക്കിൾ മനസ്സിലാക്കലും പ്രധാനമാണ്. അവിടെയാണ് ഈ ഷോർട്ട് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉള്ളത്. T+1 സെറ്റിൽമെന്റ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പൊ ഉള്ളത്. നേരത്തെ എന്തായിരുന്നു? T+2 ആയിരുന്നു. അതിന് കുറെ മുന്നേ T+7 ആയിരുന്നു. അതിനു മുന്നേ T+14 ആയിരുന്നു. ഇതിങ്ങനെ റെഡ്യൂസ് ചെയ്ത് വന്ന് ഇന്ന് T+1 സെറ്റിൽമെന്റ്. T എന്ന് പറയുന്നത് എന്താണ്? ട്രേഡിംഗ് ഡേ. ഏത് ദിവസമാണോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് അതിനെയാണ് T എന്ന ആ അക്ഷരം കുറിക്കുന്നത്. അപ്പൊ T+2 എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ഡേ +2 വർക്കിംഗ് ഡേയ്സ് എന്നാണ്. പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഓഹരി വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ വർക്കിംഗ് ഡേയിൽ ആണ് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ആ ഓഹരി ക്രെഡിറ്റ് ആകുക. അതിപ്പോൾ T+1 ആണ്. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്ന് വാങ്ങിച്ച ഓഹരി ചൊവ്വാഴ്ചയോടുകൂടി നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. ഇതാണ് ഇന്ത്യയിലെ ഇന്നത്തെ ട്രേഡിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇതൊക്കെ കുറച്ച് സ്പീഡിൽ പോവാണ്. 12:10 കൂടി നമുക്ക് നിർത്തേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സമയത്തിന്റെ കുറവുകൊണ്ട് നേരെ നമുക്ക് ഇതിന്റെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്ന്, സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സമയത്ത് അതിന് ബാധകമാകുന്ന ശർഈയായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് 4 സ്ക്രീനിങ് നോംസ് ആണ് ഇന്ന് ലോകത്തുടനീളം പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 4 സ്ക്രീനിങ് നോംസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു ഓഹരി വാങ്ങുമ്പോൾ ഈ 4 കാര്യങ്ങളും പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഓഹരി വാങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് ഇതിന്റെ ഔദ്യോഗികമായ ബോഡീസ് പറയുന്നു. ഉദാഹരണത്തിന് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഓർഗനൈസേഷൻ ഫോർ ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന മനാമ ആസ്ഥാനമായിട്ടുള്ള ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അപ്പെക്സ് ബോഡി ഇറക്കിയിട്ടുള്ള ശരിയ സ്റ്റാൻഡേർഡ്സിൽ ഇത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ശരിയ ബോഡീസും ഇത് പറയുന്നുണ്ട്. പക്ഷെ ചില വ്യത്യാസങ്ങൾ അതിന്റെ റേഷ്യോസിലുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ പറയാം.
ഇതിൽ ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് സ്ക്രീനിങ് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ് സ്ക്രീനിങ് ആണ്. ബിസിനസ് സ്ക്രീനിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഒരു കമ്പനിയുടെ കോർ ബിസിനസ് എന്ന് പറയുന്നത് ഹലാലായിരിക്കണം, ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹറാമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ഓഹരികളിൽ നിന്നും നമ്മൾ സ്ക്രീൻ ഔട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. താഴവനും അലൽ ബിർരി വൽ തഖ്വ വലാ താഴവനും അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ പോർക്ക്, മദ്യം, അതുപോലെ തന്നെ മാസ് വെപ്പൺറി, അതുപോലെ ഇൻഷുറൻസ്, കൺവെൻഷണൽ ഇൻഷുറൻസ്, ബാങ്കിങ് തുടങ്ങിയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരു കമ്പനിയുടെയും ഓഹരികൾ വാങ്ങാതിരിക്കുക. ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനും വാങ്ങാതിരിക്കുക, അതുപോലെ തന്നെ ട്രേഡിംഗ് പർപ്പസിനും വാങ്ങാതിരിക്കുക. ഒന്നാമത്തെ സംഗതി. ഇനി രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത്, ചില ആൾക്കാർ അവരുടെ സ്ക്രീനിങ് എന്ന് പറയുന്നത് ഇവിടെ അവസാനിപ്പിക്കും. അതായത് ഞാൻ വാങ്ങിയതിപ്പോ എന്ന് പറഞ്ഞാല് ഒരു മറ്റേ എഞ്ചിനീയറിംഗ് കമ്പനിന്റെ ഓഹരിയാണ്, അതിലിപ്പോ എന്താണ് പ്രശ്നം? ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം. പക്ഷെ അതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ശർഈയായ ഇതിന്റെ കൺസിഡറേഷൻസ് എന്ന് പറയുന്നത് അതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇപ്പൊ പല ആൾക്കാരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഗതി, ആളുകൾ ഇത് മാത്രം പരിഗണിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ബാങ്ക് ഒഴിവാക്കി, ഇൻഷുറൻസ് ഒഴിവാക്കി, അതുപോലെ തന്നെ മദ്യ കമ്പനികളെ ഒഴിവാക്കി, ഇത് മാത്രമായിട്ട് അവരുടെ സ്ക്രീനിങ് ചുരുങ്ങുകയും ബാക്കിയുള്ള ഒരു കാര്യം പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇന്ന് കൂടി വരുന്നു എന്ന് ഒരുപാട് ആൾക്കാർ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇതിൽ വേറെയും കൺസിഡറേഷൻസ് ഉണ്ട്. രണ്ടാമത്തെ സെറ്റ് ഓഫ് സ്ക്രീനിങ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്ക്രീനിങ് ആണ്. ഫിനാൻഷ്യൽ സ്ക്രീനിങ്ങും ഇതുപോലെ തന്നെ പരമപ്രധാനമാണ്. ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് ബൈഅദ്ദൈൻ എന്ന് പറയുന്ന ഒരു അസല് ഉണ്ട് ശറഈൽ. ബൈഅദ്ദൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടം മറ്റൊരു കടവുമായിട്ട് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ട്രാൻസാക്ഷനുകളെയാണ് ബൈഅദ്ദൈൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ, അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഇപ്പൊ മർമ്മം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഈ പറയുന്ന സംഗതിയാണ്. അപ്പൊ അതിലെന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ചോദിക്കുക. ഒരു കടം, ഉദാഹരണത്തിന് എനിക്ക് ഒരാളുമായിട്ട് ഒരു കട ഇടപാടുണ്ട്, എ ആൻഡ് ബി എന്ന് നമ്മൾ പറയാം. അത് 1,00,000 റുപ്യാണ്. അതിനൊരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്, അങ്ങനെയാണോ അത് ദൈനാകുക. അപ്പൊ ഈ ഒരു കടം ഞാൻ എന്ത് പറയണം? ഇപ്പോ ഉദാഹരണത്തിന് ഡിസംബർ 31-നാണ് ഞാനത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയാണ്, ഞാൻ തരാനുള്ള കടം ഇന്ന വ്യക്തി തരും, 31-ാം തീയതി ഇന്ന വ്യക്തി തരും. എന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ എന്ത് ചെയ്യണം? പൈസ മേടിക്കണം. പറഞ്ഞ മനസ്സിലായോ? അതായത് 1,00,000 റുപ്യ എനിക്ക് ഒറിജിനൽ കട ഉണ്ട്, അത് ഞാൻ 31-ാം തീയതി കൊടുക്കണം, അത് ഞാൻ മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു, എന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ പൈസ വാങ്ങും. ഇത് ക്ലിയർ അല്ലേ? ഇങ്ങനെ ട്രാൻസാക്ട് ചെയ്യുമ്പോൾ വർധനവോ കുറവോ വരുത്താൻ പാടില്ല. വർധനവും കുറവും വരുത്താൻ പാടില്ല. അതെന്തായി മാറും? റിബ ആയി മാറും. കടത്തിൽ വർദ്ധിപ്പിക്കുകയോ കോൺട്രാക്ച്വലി കുറക്കുകയോ ചെയ്യുന്നതിനെയാണ് റിബ എന്ന് പറയുന്നത്. റിബയുടെ താരീഫ്. ഒരു കടം അതിൽ കോൺട്രാക്ച്വലായിട്ട് വർധനവ് വരുത്തുന്നതിനെയാണ് എന്ന് പറയാ റിബ. അപ്പൊ ഈ കടത്തിന്റെ ഇടപാടിൽ നിങ്ങൾ വർധനവോ കൂട്ടലോ കുറക്കലോ വരുത്താൻ പാടില്ല. അപ്പൊ അതെങ്ങനെയാണ് ഓഹരി വിപണിയിൽ അപ്ലിക്കബിൾ ആകുന്നത്? ഈ പറഞ്ഞ കായിദ അല്ലെങ്കിൽ ഈ പറഞ്ഞ അസ്ല് ഓഹരി വിപണിയിൽ എങ്ങനെയാണ് അപ്ലിക്കബിൾ ആകുന്നത്? ഓഹരി എന്ന് പറയുന്നത് എന്താ? ഒരു പെർട്ടിക്കുലർ കമ്പനിക്ക് 100 കോടി രൂപയുടെ മൂലധനം ഉണ്ട്. അതിൽ 50 കോടി രൂപ എന്ന് പറയുന്നത് ഓഹരി മൂലധനമാണ്. 50 കോടി രൂപ എന്ന് പറയുന്നത് കടമാണ്. കമ്പനിക്ക് 2 രീതിയിൽ മൂലധനം റൈസ് ചെയ്യാം. ഒന്ന് ഓഹരി കൊടുക്കുക, ഇക്വിറ്റി, ഫൈനാൻസിൽ നമ്മളെ ഇക്വിറ്റി എന്ന് പറയും. പിന്നെ എന്താണുള്ളത്? ഡെപ്റ്റ്. ഡെപ്റ്റ്, ഇക്വിറ്റി, ഈ 2 സോഴ്സ് ഓഫ് ഫണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇക്വിറ്റിയുമാകാം ഡെപ്റ്റുമാകാം. അപ്പൊ ഒരു കമ്പനിയുടെ ഓഹരി എന്ന് പറയുന്നത് 50% ഡെപ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു എങ്കിൽ അതിന് കടത്തിന്റെ ഈ ഹുക്കുമ് ബാധകമാവുകയില്ലേ? എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി 100 കോടി രൂപ മൂലധനം ആണ് ആ കമ്പനിക്ക് ഉള്ളത്. അതിൽ 50 കോടി രൂപ ഓഹരി മൂലധനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓണേഴ്സിന്റെ പൈസയാണ്. 50 കോടി രൂപ എന്ന് പറയുന്നത് കടത്തിലൂടെ എടുത്തതാണ്. അപ്പോൾ 100 കോടി രൂപയുടെ ഓഹരി മൂലധനം ആയി. അതിന് 1,00,000 ഓഹരികൾ അത് മാർക്കറ്റിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ഓഹരിയും എന്താണ്? 50. ഇപ്പോൾ 10 രൂപയുടെ ഓഹരി എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ഇക്വിറ്റി ഉണ്ട്? 5 രൂപ ഇക്വിറ്റിയും 5 രൂപ കടമല്ലേ?
കാരണം ഷെയർ എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പോർഷനേറ്റ് ഓണർഷിപ്പ് ഇൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഒരു കമ്പനിയുടെ ആസ്തി ബാധ്യതകളിലുള്ള ആനുപാതികമായ ഓണർഷിപ്പിനെയാണ് എന്ത് പറയുക? ഷെയർ, ഇക്വിറ്റി ഷെയർ എന്ന് പറയാം. അപ്പോൾ ഒരു കമ്പനിക്ക് 100 കോടി രൂപ മൂലധനമുണ്ട്, അതിൽ 50 കോടി രൂപ ഓഹരി മൂലധനമാണ്, 50 കോടി രൂപ കടമാണ് എങ്കിൽ അതിന്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 50-50, അതായത് 1:1 എന്നുള്ളതാണ്. അത് എല്ലാ ഓഹരികൾക്കും ബാധകമാവും. ഇത്രയും പറഞ്ഞത് ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഓഹരിയുടെ മുഖവില ഫേസ് വാല്യൂ 10 രൂപയാണെങ്കിൽ ആ ഓഹരി ട്രാൻസാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര ഉറുപ്പിക്ക് അത് വിൽക്കാൻ പാടുള്ളൂ? ഇതിനനുസരിച്ച് 100% ആണെന്ന് വിചാരിക്കാം. ഒരു 100% കടമാണെങ്കിൽ അതെങ്ങനെ ട്രാൻസാക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഷറഅ് പറയുന്നത്. എന്താണോ അതിന്റെ ആക്ച്വൽ അതേ വിലക്ക് തന്നെ ട്രാൻസാക്ട് ചെയ്യണം. അപ്പോ ഓഹരിയും കടവും കൂടി ചേർന്ന് വരുമ്പോൾ എന്തു ചെയ്യും? ഇതാണ് പ്രശ്നം. ഇതിൽ കടമുണ്ട്, അത് നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല. ഇതിൽ ഓഹരിയും ഉണ്ട്, അത് നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല. അപ്പൊ ഇതിന് ഓഹരിയുടെ ഹുക്കുമാണോ ബാധകമാവുക, കടത്തിന്റെ ഹുക്കുമാണോ ബാധകമാവുക? ഓഹരിയുടെ ഹുക്കും എന്ന് പറയുന്നത് എന്താണ്? ഏത് മുതലും ഏത് വ്യക്തിക്കും അയാൾ ഉദ്ദേശിച്ച വിലക്ക് വിൽക്കാം. ഇതാണ് പൊതുവായിട്ടുള്ള ഒരു മുതലിന്റെ ട്രാൻസാക്ഷനുമായിട്ട് ശർഈയായ റൂൾ എന്ന് പറയുന്നത്. എനിക്കൊരു വീടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച വിലക്ക് അത് വിൽക്കാം. മറ്റേ ആള് തറാവതി ഉണ്ടായാൽ മതി, മറ്റേ ആള് തൃപ്തിപ്പെട്ട് വാങ്ങിച്ചാൽ മതി. പക്ഷെ കടത്തിനത് പറ്റൂല. എനിക്ക് 100 രൂപ കിട്ടാനുണ്ടെങ്കിൽ അത് 110, 130 ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഓഹരിയുടെ ഹുക്കും എന്ന് പറയുന്നത് ഇഷ്ടമുള്ളതുപോലെ ട്രാൻസാക്ട് ചെയ്യാമെന്നാണെങ്കിൽ കടത്തിന്റെ ഹുക്കും എന്ന് പറയുന്നത് തുല്യതയോടുകൂടി മാത്രമേ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഒരു കമ്പനിക്ക് ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ എന്തു ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതിൽ പണ്ഡിതന്മാർ പറഞ്ഞത് മറ്റൊരു കായികയാണ് ഹുക്മുൻ ലി അക്സരിൻ ഹുക്മുൻ ലി കുല്ലിൻ. എന്താണോ ഭൂരിഭാഗത്തിനും ബാധകമാകുന്നത് അത് എല്ലാത്തിനും ബാധകമാകും. ഹുക്മുൻ ലി അക്സരിൻ ഹുക്മുൻ ലി കുല്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയിൽ മുന്തി നിൽക്കുന്നത് എന്താണോ അതിനെന്ത് ഹുക്കുമാണോ ബാധകമാവുക അത് മുഴുവൻ സംഗതിക്കും ബാധകമാകും. അപ്പൊ ഓഹരിയിൽ മുന്തി നിൽക്കുന്നത്, ഈ ഓഹരിയിൽ മുന്തി നിൽക്കുന്ന അസറ്റ് ആണെങ്കിൽ അതിന് അസറ്റിന്റെ റൂള് ബാധകമാകും. ഈ ഓഹരിയിൽ മുന്തി നിൽക്കുന്നത് കടമാണെങ്കിൽ അതിന് കടത്തിന്റെ റൂള് ബാധകമാകും. ഓക്കെ, അപ്പോ ഇവിടെ 50% ഡെപ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ 51% ഇക്വിറ്റി ആണെങ്കിൽ അതിന് എന്ത് ബാധകമാകണം? ഇക്വിറ്റിയുടെ റൂള് ബാധകമാകണം. എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള വിലക്ക് നിങ്ങൾക്ക് ട്രാൻസാക്ട് ചെയ്യാം. കടമാണ് 51% അല്ലെങ്കിൽ അതിലധികമെങ്കിൽ അതിന് എന്തിന്റെ റൂള് ബാധകമാകും? കടത്തിന്റെ തുല്യമായിട്ട് മാത്രമേ ട്രാൻസാക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള റൂള് ബാധകം. പക്ഷേ 50 എന്നുള്ളതല്ല ശരിയാ ബോർഡ് വെച്ചിട്ടുള്ള റേഷ്യോ, 33 എന്നുള്ളതാണ്. അതിന് അവര് പറയുന്നത് വസിയ്യത്തിന്റെ കേസിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഒരു വ്യക്തി പ്രവാചകന്റെ അടുത്തേക്ക് വന്നു, എൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ വസിയ്യത്ത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റൂല എന്ന് പറഞ്ഞു. എന്നാൽ പകുതി ചെയ്യാന്ന് പറഞ്ഞു, അതും പറ്റില്ല എന്ന് പറഞ്ഞു. 1/3 ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് ചെയ്ത് അതെന്നെ അധികമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞ ആ കൗല് സാമ്പത്തികമായ ഒരു വ്യവഹാരത്തിൽ 1/3 പ്രവാചകൻ അധികമായി കണ്ടു എന്നതുകൊണ്ട് ഒരു ഓഹരിയിൽ 1/3 അധികം കടമുണ്ട് എങ്കിൽ അതിന് എന്തിന്റെ ഹുക്കുമ് ബാധകമാകും എന്ന് പറഞ്ഞു. ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷനും ഖിയാസും അവിടെ വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് പണ്ഡിതന്മാരുടെ ചർച്ചയാണ്. പക്ഷെ ഇതിന്റെ എക്സ്പ്ലനേഷനിൽ ഈ ടെക്സ്റ്റിൽ ഇതാണ് ഇവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ 50% എന്നുള്ളതും പോരാ, 49% ഡെപ്റ്റ് ആണെങ്കിലും അതിന് എന്ത് പറ്റില്ല? ഡെപ്റ്റിന്റെ റൂള് ബാധകമാകാൻ പറ്റില്ല. 1/3 പറഞ്ഞാൽ 33.33%. അതിന് താഴത്താണെങ്കിൽ മാത്രമേ അതിന് ഇക്വിറ്റിയുടേതായിട്ടുള്ള സ്വഭാവം ഉണ്ടാവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു ഓഹരി അതിന്റെ ബിസിനസ് ഹലാലാണ്, ഒന്നും പ്രശ്നമല്ല. അതിൽ നിങ്ങൾക്ക് പാർട്ട്ണർ ആകുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും വിഷയമല്ല. പക്ഷെ അത് ഒരു പബ്ലിക്കലി ട്രേഡഡ് കമ്പനി ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിന്റെ ഓഹരികൾ ഓപ്പൺ മാർക്കറ്റിലാണ് നിങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. ഓപ്പൺ മാർക്കറ്റിൽ എങ്ങനെയാണ് വിലകൾ മാറുന്നത്? മിനിറ്റിന് മാറും. 102, 103, 104, 105 ഇങ്ങനെ പല വിലകൾക്കുമാണ് എന്ത് ചെയ്യാം? ഇത് ട്രാൻസാക്ഷൻ നടത്താം.
അപ്പോൾ ഒരിക്കലും ഫേസ് വാല്യൂവിൽ നിങ്ങൾക്ക് അത് വാങ്ങാൻ കഴിയില്ല. ഓപ്പൺ മാർക്കറ്റിൽ അത് പോസിബിൾ അല്ല. ഫേസ് വാല്യൂവിൽ നിന്ന് വ്യത്യസ്തമായ വിലകളിലാണ് എല്ലാ ഷെയർസും ട്രേഡ് ചെയ്യുക. അങ്ങനെ ഫേസ് വാല്യൂവിന് മുകളിൽ പ്രായോഗികമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഓഹരി ഉണ്ട് എങ്കിൽ അതിന് എന്ത് ബാധകമായിരിക്കണം? ബൈഅ ദൈൻ എന്നുള്ള വളരെ പരമപ്രധാനമായിട്ടുള്ള ശർഈ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ അതിന് ബാധകമാകണം. അത് വയലേറ്റ് ചെയ്താൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് പലിശ, റിബ. ബൈഅ ദൈൻ വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റിബ എന്ന് പറയുന്നത് അതിശക്തമായ ഭാഷയിൽ ഇസ്ലാം നിരോധിച്ച, അപ്പൊ ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് മാറും. അപ്പൊ പറഞ്ഞു വരുന്നതിന് ചുരുക്കം, ഒരു കമ്പനിയുടെ കടം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 33% എന്ന് പറഞ്ഞാൽ 1/3 കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിൽ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുകയില്ല. ഇനി ഹുക്കം എവിടെ നിന്ന് വരുന്നു? ബൈഅ ദൈനിൽ നിന്നാണ് വരുന്നത്. ഇനി ഇതുപോലെ തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഹുക്കുമാണ് സ്വറഫിന്റെ നിയമം, ഹുക്കുമ സ്വറഫ്. അതായത് പണത്തിന് വേണ്ടി നിങ്ങൾ ട്രാൻസാക്ട് ചെയ്യുമ്പോൾ തുല്യമായിട്ട് മാത്രമേ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പല വിലക്ക് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റൂല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ചെയ്താൽ അതെന്താകും? റിബയാകും. നേരത്തെ പറഞ്ഞ റിബയല്ല, റിബൽ ഫദ്ലാകും. റിബാ നസിയ, റിബ അൽ ഫദ്ൽ, റിബാ സുന്ന, റിബ അൽ ഖുർആൻ, 2 തരത്തിലുള്ള പലിശ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ വളരെ വിശദമായിട്ട് ഇതിനു മുന്നേയുള്ള സെഷനുകളിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. സർഫിന്റെ നിയമം തെറ്റിച്ചാലും അവിടെയും റിബയാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉദാഹരണത്തിന് 100 രൂപ ഇവിടെ പഴയ നോട്ട്, 100 രൂപയുടെ പുതിയ നോട്ടുമായിട്ട് 110 രൂപക്ക് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം എന്താണ്? രണ്ടും പൈസ സ്വറഫാണ്. സ്വറഫ് ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദം ഇല്ല. ഈ തുല്യമായിട്ട് മാത്രമേ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. പണമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് പ്രവാചകന്റെ കാലത്ത് ഒരു സെമി ബാർട്ടർ ഇക്കോണമിയാണ് ഉണ്ടായിരുന്നത്. ഉപ്പ്, അതുപോലെ തന്നെ ഗോതമ്പ്, ഈത്തപ്പഴം, കാരക്ക, ഇതൊക്കെ പണത്തിന്റെ സ്ഥാനത്ത് ഉപയോഗിച്ചിരുന്നു. മുന്തിയ ക്വാളിറ്റിയുള്ള ഈത്തപ്പഴം കുറഞ്ഞ ക്വാളിറ്റിയുള്ള ഈത്തപ്പഴത്തിന് തുല്യതയില്ലാതെ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് പ്രവാചകൻ നിരോധിച്ചു. പ്രവാചകൻ പറഞ്ഞു, മുന്തിയ ക്വാളിറ്റിയുള്ള ഈത്തപ്പഴം പൈസക്ക് വെക്കുക, എന്നിട്ട് ആ പൈസ കൊണ്ട് മറ്റേ ഈത്തപ്പഴം വാങ്ങും. ഇതൊക്കെ സ്വദ്ദിറാഇന്റെ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് പലിശ ബാക്ക് ഡോറിലൂടെ വരുന്നതിനെ തടയാൻ വേണ്ടി പ്രവാചകൻ നടത്തിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇതൊക്കെ. അപ്പൊ സർഫിന്റെ നിയമം ഓഹരികളിൽ എങ്ങനെ ബാധകമാവും? ഇതാണ് ചോദ്യം. ഒരു കമ്പനി രൂപീകരിച്ചു, അതിന്റെ രജിസ്ട്രേഷൻ നടത്തി, അതിന്റെ ഓഹരി മൂലധനം എടുത്തു, എന്നിട്ട് ആ പൈസ കൊണ്ടുപോയിട്ട് ബാങ്കിലിട്ടു. എന്നിട്ട് ചെറിയൊരു ഓഫീസ്, 2 ടേബിള് എന്നുള്ള ചെറിയ സംവിധാനം, അവിടെ 100 കോടി രൂപ മൂലധനം ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കാം. കമ്പനി പ്രവർത്തനം തുടങ്ങുന്നതിന് മുന്നേ 100 കോടി രൂപ മൂലധനമുണ്ട്. അതിന് 1 കോടി ഉറുപ്പ് എടുത്തിട്ട് എന്തോ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ബാക്കി 99 കോടി ഉറുപ്പ് എവിടെയാണുള്ളത്? ബാങ്കിലാണ്. അതിന് നമ്മൾ ഫിനാൻഷ്യൽ ടെർമിനോളജിയിൽ എന്താ പറയാ? ലിക്വിഡ് അസറ്റ്സ് എന്നാണ് പറയാ. ക്യാഷ് ഇക്വിവാലൻസ് ആയിട്ടുള്ള ലിക്വിഡ് അസറ്റ്സ്. എന്നിട്ട് ഇതിന്റെ ഓഹരി കൊണ്ടുപോയിട്ട് നിങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ട്രാൻസാക്ട് ചെയ്യാൻ തുടങ്ങി. ആ കമ്പനിയുടെ അവസ്ഥയിൽ അതിന്റെ ഓഹരികൾ ട്രാൻസാക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? നിങ്ങൾ എന്താണ് ഈ ആക്ച്വലി ട്രാൻസാക്ട് ചെയ്യുന്നത്? ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള കമ്പനിയാണോ? ആ കമ്പനിക്ക് സ്റ്റോക്ക് ഉണ്ടോ? ആ കമ്പനിക്ക് മറ്റ് ആസ്തികളുണ്ടോ? ആ കമ്പനിക്ക് പ്രവർത്തനങ്ങളുണ്ടോ? ഇല്ല. ആ കുറച്ച് ആൾക്കാരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് അത് ബാങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് അതാണ് പല വിലക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റിൽ ട്രാൻസാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്വറഫിന്റെ നിയമം ലംഘിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഈ നിയമത്തിന്റെ ഒക്കെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ നിയമത്തിന്റെ പ്രസക്തി നമുക്കൊരു സെഷനായിട്ട് തന്നെ പറയാം. ബൈഅ ദൈൻ ഏത് നിലക്കാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത്? കൂടുതൽ ശക്തമായിട്ടുള്ള, കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ ആ ഒറ്റ റൂള് കൊണ്ട് ഇസ്ലാം എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളത് വിശദമായി മറ്റൊരു ചർച്ചയാണ്. അതിപ്പോ ഷെയ്ഖ് സാറിനൊക്കെ അറിയുണ്ടാവും, ഒരു ഇക്കോണമിയിൽ ഡെപ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ആ ഡെപ്റ്റിൽ വീണ്ടും ട്രേഡിംഗ് നടത്തി കഴിഞ്ഞാൽ ഇക്കോണമി എത്രമാത്രം അൺസ്റ്റേബിൾ ആകും എന്നുള്ളത് ഇക്കോണമിസ്റ്റുകൾക്ക് അറിയുന്ന സംഗതിയാണ്. അതിലേക്കുള്ള ഡോറാണ് ഈ ഒരു റൂളിലൂടെ അടയുന്നത്. അതുപോലെ തന്നെ ബോക്സ് കമ്പനീസ് പറഞ്ഞാൽ
കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ നാമമാത്രമായിട്ട് കമ്പനി ഉണ്ടാക്കുക, എന്നിട്ട് അതിന്റെ പേരിൽ ഓഹരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ട് ചെയ്യാം. ഇതിനെ പോൺസി കമ്പനീസ് എന്നാണ് പറയുന്നത്. ഇതിലേക്കുള്ള ഡോറും ഈ ഒരു റൂളിലൂടെ അടച്ചു കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ഹുക്കുമ് എന്ന് പറയുന്നത് രണ്ട് തട്ടിലാണ് ഉള്ളത്. ഒരു ഭാഗത്ത് ഹനഫി മദ്ഹബും ബാക്കിയുള്ള ഭാഗത്ത് ബാക്കി 3 മദ്ഹബുകളുമാണ്. എന്ന് പറഞ്ഞാൽ 3 മദ്ഹബുകളിൽ പറയുന്നത് ഇത് 50% കൂടുതലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അസറ്റ്സ് ടു നോൺ ലിക്വിഡ് അസറ്റ്സിന്റെ റേഷ്യോ എത്ര ആയിരിക്കണം? മുന്തി നിൽക്കേണ്ടത് എന്താണ്? 51% അതിൽ കൂടുതലോ നോൺ ലിക്വിഡ് അസറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ രൂപത്തിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 50% എന്നുള്ള റേഷ്യോ അവിടെ വരും. ഹനഫി മദ്ഹബ് പറയുന്നത് അവിടെ അങ്ങനെ 51% മെജോറിറ്റിയുടെ ആവശ്യം ഇല്ല. എന്തുണ്ടായാൽ മതി? ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുന്നത് കൺസിഡറബിൾ വാല്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് ചെയ്യാം. ഉദാഹരണത്തിന് ഒരു ബിൽഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് പൈസയുണ്ട്. ഈ മൊത്തം ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് 10 കോടി രൂപയാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞത് പ്രകാരം ഈ ബിൽഡിംഗ് ഉള്ളതോടൊപ്പം തന്നെ 10 കോടി രൂപയുടെ പൈസ ബാങ്കിലുണ്ട് എങ്കിൽ അവിടെ 50% എന്ന് പറയുന്ന റേഷ്യോ വരുന്നുള്ളൂ. ഹനഫി മദ്ഹബ് പറയുന്നത് അവിടെ മെജോറിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സംഗതിയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ വിലയും ഇതിന്റെ വിലയായിട്ട് കണക്കാക്കുകയും അതിൽ ട്രാൻസാക്ഷൻ നടത്തുകയും ചെയ്യാം എന്നുള്ളത് കൂടുതൽ പ്രായോഗികമായിട്ടൊരു നിയമമായിട്ട് കാണുന്നതും അത് തന്നെയാണ്. പക്ഷെ ഇന്ന് ഈ സ്ക്രീനിങ് നോംസ് ഒക്കെയും ഇതിൽ 50% എന്ന് പറയുന്ന റേഷ്യോ മുതൽ 90% എന്ന് പറയുന്ന റേഷ്യോയിൽ വേരിയൻസ് റേഷ്യോസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൺസിഡറബിൾ വേരിയേഷൻ ഉള്ള ഒരു സംഗതിയാണ് ഇത്. അപ്പോൾ പക്ഷെ ഇതിന്റെ നിയമം എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഷറഈലെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമമാണ്, സർഫിന്റെ നിയമം. അതിൽ ഓഫി പറയുന്നത് 51% എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മെജോറിറ്റി പോർഷൻ എന്തായിരിക്കണം? നോൺ ലിക്വിഡ് പോർഷൻ ആയിരിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ സംഗതി ഇതുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇത് അവസാനിപ്പിക്കുകയാണ്. ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്ന ഒരു സ്ക്രീനിങ് ആണ്. 2 സ്ക്രീനിങ് നമ്മൾ നടത്തി. മൂന്നാമത്തെ സ്ക്രീനിങ് എന്ന് പറയുന്നത് ഹലാലായിട്ടുള്ള ബിസിനസ് ആണ് ചെയ്യുന്നത് എങ്കിലും പർപ്പസ്ഫുള്ളി മൂലധനത്തിന്റെ ഒരു ഭാഗം ഇൻട്രസ്റ്റ് ഏർണിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് എന്തുണ്ടാവും? ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടാവും. ഉദാഹരണത്തിന് 100 കോടി രൂപ മൂലധനമുള്ള ഒരു കമ്പനി, ആ കമ്പനി ടെക്സ്റ്റൈൽസ് കമ്പനിയാണ്. പക്ഷെ 90 കോടി രൂപ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നു, 10 കോടി രൂപ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു. ആ 10 കോടി രൂപയിൽ 8% ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ ഒരു വർഷം 80 ലക്ഷം രൂപ അതിന്റെ അക്കൗണ്ടിലേക്ക് പരിശീലനത്തിൽ വരും. അപ്പോൾ ഈ രൂപത്തിൽ വരുന്ന ഇൻട്രസ്റ്റ് ഇൻകത്തിന്റെ ടോളറൻസ് എന്നാണ് പറയുന്നത്. സ്ക്രീനിങ് എന്നല്ല, ടോളറൻസ് ലെവൽ 3% നിജപ്പെടുത്തിയിട്ടുണ്ട് മോഡേൺ സ്ക്രീനിങ് നോംസിൽ. ഇതിന് പറയുന്നത് ഈ 3% പലിശ ഹലാലാണ് എന്നുള്ളതല്ല. പക്ഷെ ഒരു ഇൻട്രസ്റ്റ് ബേസ്ഡ് ഇക്കോണമിയിൽ ഒട്ടും പലിശ അക്കൗണ്ടിലേക്ക് വരാതിരിക്കുക എന്ന് പറയുന്നത് ഒരു അപ്രായോഗികതയാണ്. കാരണം ഏതെങ്കിലും ഒക്കെ തരത്തിൽ നമുക്കുണ്ടാകുന്ന, ഉദാഹരണത്തിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകൾ, ഉദാഹരണത്തിന് കൺസ്ട്രക്ഷൻ കമ്പനിയാണെന്ന് വിചാരിക്കാം, ഗവൺമെന്റ് അടുത്ത് പല പ്രോജക്റ്റുകൾക്കും അവർ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വെക്കും. അതിൽ ഗവൺമെന്റ് എന്ത് കൊടുക്കും? ടൈംലി ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കൊടുക്കും. ഓക്കെ, ഈ രീതിയിൽ ഇൻട്രസ്റ്റ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ആയി നിലനിൽക്കുന്നതും കൊണ്ട് 3% എന്നുള്ളൊരു ടോളറൻസ് ലെവലാണ് ഇതിൽ നിശ്ചയിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂവിന്റെ 3% താഴെ മാത്രമേ എന്തുണ്ടാകാൻ പാടുള്ളൂ? ഹറാം ഇൻകം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടാവാൻ പാടുള്ളൂ. അതിൽ കൂടുതലാണ് എങ്കിൽ പർപ്പസ്ഫുള്ളി ആ കമ്പനി എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻട്രസ്റ്റ് ബാരിങ് ഇൻവെസ്റ്റ്മെന്റ്സ് ആ കമ്പനി നടത്തുന്നുണ്ട്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പെർജിങ് ഓഫ് നോൺ ഹലാൽ ഇൻകം. ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു ശരിയാ സ്ക്രീൻ നോംസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും നേരത്തെ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കാം? ഇൻഫിൽട്രേഷൻ ഓഫ് ഹറാം ഇൻകം എന്ന് പറയുന്നത് സംഭവിക്കാം. അത് ഡിവിഡന്റിന്റെ രൂപത്തിലാണ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരിക. അപ്പോൾ ഒരു ഡിവിഡന്റ് നമുക്ക് കിട്ടുമ്പോൾ ആ കമ്പനിക്ക് 2% ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 100 രൂപ നിങ്ങൾക്ക് ഡിവിഡന്റ് കിട്ടിയാൽ അതിൽ എത്ര രൂപന്റെ ഇതുണ്ടാവും? 2% ഹറാം ഇൻകം ഉണ്ടാവും. ആ 2 രൂപ എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും
പർച്ച് ചെയ്ത് ഒഴിവാക്കാം, വർഷത്തിൽ ഒരു പ്രാവശ്യം. ഇതാണ് പർച്ചിങ് ഓഫ് ഇൻകം. ഈ 5 സംഗതികൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ശരിയ ടോളറന്റ് ആയിരിക്കും എന്നുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഈ ഒരു വിഷയത്തിൽ ഈ ശരിയ സ്ക്രീനിങ് നോംസിൽ പറയുന്നത്. ഇനി ഇതിൽ ഈ ഇസ്ലാമികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ എല്ലാ സംഗതികളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ല. ഉദാഹരണത്തിന് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്ന കാര്യമുണ്ട്, ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫ്യൂച്ചേഴ്സിൽ തന്നെ ഓപ്ഷൻസും, ഡെറിവേറ്റീവ്സിൽ തന്നെ ഫ്യൂച്ചേഴ്സും ഉണ്ട്, ഓപ്ഷൻസും ഉണ്ട്, സ്വാപ്സും ഉണ്ട്. ഇതൊക്കെയും വിശദമായിട്ട് വീണ്ടും പറയേണ്ട കാര്യങ്ങളാണ്. അത് സ്ക്രീനിങ് നോംസിന്റെ അടിസ്ഥാനം. ഇപ്പോൾ ഉദാഹരണത്തിന് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഈ സ്ക്രീനിങ് ഒക്കെയും കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു ഷെയറിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് സെല്ലിംഗ് ചെയ്യാം. അപ്പോൾ ഷോർട്ട് സെല്ലിങ്ങിന്റെ ശരിയായ പൊസിഷൻ എന്താണ്? അങ്ങനെ ഒരു 5-8 കാര്യങ്ങൾ ഇതിന്റെ ഇസ്ലാമിക് സൈഡിൽ ഇനിയും വിശദീകരിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മളുടെ സെഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഉച്ചവരെ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം എക്സിക്യൂട്ടീവ് അപ്പോൾ ഒരു പ്രസന്റേഷനും കൂടി ഇവിടെ നടക്കാനുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഇനി വരുന്ന സെഷനുകളിൽ 2 or 3 സെഷനുകളായിട്ട് നമുക്കത് പറഞ്ഞു തീർക്കാൻ സാധിക്കുള്ളൂ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.